ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ടാകൂ, പുകയിലെ അകറ്റി നിർത്തൂ. പൂരമായി പൊടി പറത്തിയൊരോളമായി ചുണയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത തകിലടിച്ചൊരു മുകില പാടി അകല മുകളിൽ മംഗളങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി തൊടുക്കരോകം ഇനിയവരുടെ മുഷിരെഴുമിരു കരളങ്ങളിൽ വീഴും വെറുമൊരു ചെറു കടുകുതിരള മണികണക്കിന് മിന്നൽ ചെല്ലായി മിന്നൽ ചെല്ലാൻ വീഴും നെഞ്ചിൽ ഇവിടൊരു പുതുവഴി തിരേവേ വെടിമരുന്നിന് തിരികൊളുത്തിയ കുറുകുറുമ്പുകൾ അഴിനിരന്നിന് ധറവഴിയിൽ വെയിലൊരു കടക്കതിരവനൊരു മറുപടി കൊണ്ട് കലിവരുന്നൊരു പരവിളിക്കണ കരിങ്കടലിന് മറുകരതര വീതി പാകും വീരന്മാരെ. ചിങ്കം ചീറും മംഗം കൂടാൻ ചേകോന്മാരെ ചങ്കിൽ ചങ്കും ചേർത്തും കൊണ്ടേ വീറും നെറ്റിയ മതയാന കൊമ്പെരലൂഞ്ഞാലിടും പലജാരം സാട്ടും പിള്ളാരികൾ ഇവരുമായി എതിരിടാൻ കുതി കുതിപ്പിന് തടയിടുവാനാണ് കൊടികയറണ പൂരമായി പൊടി പറത്തിയൊരോളമായി ചുണയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത തകിലടിച്ചൊരു മുകില പാടി അകല മുകളിൽ മംഗളങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി തൊടുക്കരോകം ഇനിയവരുടെ മുഷിരെഴുമിരു കരളങ്ങളിൽ വീഴും വെറുമൊരു ചെറു കടുകുതിരള മണികണക്കിന് മിന്നൽ ചെല്ലായി മിന്നൽ ചെല്ലാൻ വീഴും നെഞ്ചിൽ ഇവിടൊരു പുതുവഴി തിരേവേ വെടിമരുന്നിന് തിരികൊളുത്തിയ
സാബ് ഖാന തും കാലോ മണ്ടന്മാര് ഏത് നേരം തീറ്റാണ്. ഇനി അവന്മാര് കൊണ്ട് തരില്ലേ, പറ്റിക്കോ? ക്യാ സാബ്? ഒന്നുമില്ല, കഴിച്ചോളാൻ പറഞ്ഞതാ. എന്ത് പറഞ്ഞാലും അവന്റെ ഒക്കെ ഒരു ടീക്ക്. ಏದಿಲ್ಲ, ಹೋಗಿ बस आओ जल्दी आओड़ा. साहब ये चुप रहो. ഭായ് സാബ്, സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അങ്ങോട്ട് എത്തിയാൽ മതി. അപ്പോഴേക്കും ഞാൻ സംഭവം ഒന്ന് സെറ്റാക്കട്ടെ. നമുക്കൊന്ന് ഡ്രമാറ്റിക് ആക്കണം മൊത്തത്തിൽ. ഓക്കെ? കാഞ്ഞ ബുദ്ധിയാണല്ലോ. ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി കുറെ പീസുകളായിട്ടാ. ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പല ട്രെയിനുകൾ കയറിയേ പോകാവൂ. തമിഴ്നാട് ബോർഡർ, സ്റ്റേഷന്റെ പേര് ഗോമംഗലം. അവിടെ അവര് മാത്രമേ കാണൂ. വേറൊരു കാട്ടുമാക്കാനും കയറാത്ത സ്റ്റേഷനാണ്. നിങ്ങൾ പെട്ടിയുമായിട്ട് അവിടെ ഇറങ്ങിയാൽ മതി, അവര് നിങ്ങൾ അടുത്ത് വന്നോളും. പെട്ടിക്ക് ബിനാ ഉത്തരേ തോ വോ നഹീ ആയേഗാ? ഇല്ല, പെട്ടിയില്ലാതെ അവര് വരില്ല. എന്റെ പൊന്നു മണ്ടന്മാരേ, ഞാൻ പറഞ്ഞ സ്റ്റേഷനിൽ കൃത്യമായിട്ട് ഇറങ്ങിയാൽ മതി. പിന്നെ കാശ് അവര് തന്നാൽ എങ്ങോട്ട് പോകണമെന്നറിയാലോ. ഒരു കാരണവശാലും എന്നെ വിളിക്കാൻ പാടില്ല. സൈബർ യുഗമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പോലീസ് ട്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എല്ലാം കഴിയുമ്പോൾ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ അവസാനമായിട്ട് സ്റ്റേഷന്റെ പേര് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഗോമംഗലം. എന്താ പേര്? മുകേഷ് കുമാർ. എടാ ബുദ്ധൂസ്, സ്റ്റേഷന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, ഗോമംഗലം. എന്നാ അധികം വൈകാതെ എന്റെ തലക്കടിച്ച് ബോധം കെടുത്തിട്ട് വേഗം വിട്ടോ. അവരിപ്പോ എത്തും. അയ്യോ, ഷെട്ടിക്ക് ഒരു സംശയം തോന്നില്ല. ഒന്ന് ആഞ്ഞടിക്കടാ. ദോസ്തോ, 2 ദിവസം മുമ്പുണ്ടായിരുന്ന ക്രൈസിസ് താൽക്കാലികമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ല. അത് നമുക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സംശയിച്ചു. നൗ ലുക്ക്, നമ്മൾ കോടീശ്വരന്മാരാകാൻ പോന്നു. ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട, സീ ഫോർ യുവർ സെൽഫ്. തോർക്കണ. अरे क्या हुआ प्रभाकरन? Nobody move. Come on. Don't move. All of you hands up. Shetty, you're booked. Suresh ne sab bola. Mr. Shetty, you have no other go. You traitors. Where is it? हमें सब पता है. Come on, tell us, where is it? സർ, ഗുഡ് ഈവനിങ് സർ. Is he awake? ഇല്ല സർ, തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് സർ. എടോ അറിയാലോ, ഇതെങ്ങാനും പുറത്ത് ബ്ലാക്ക് മാർക്കറ്റിൽ ഇറങ്ങിയാൽ രാജ്യം ഒന്നടങ്കം പ്രതിസന്ധിയിലാവും. ഓൾ ഓഫ് പ്ലാൻസ് വിൽ ബി ഷാറ്റർ. കൂട്ടത്തിലൊരുത്തൻ ചതിക്കൂന്ന് കരുതിയില്ല. അതെങ്ങോട്ടാ പോയതെന്ന് കിട്ടിയോ? അയാളുടെ ഫോൺ ക്രാക്ക് ചെയ്തു. സസ്പീഷ്യസ് ആയിട്ടുള്ള കോൾസും മെസ്സേജസ് ഒന്നുമില്ല. സുരേഷ് സാധനം ഡെലിവറി ചെയ്തതിന് ശേഷം പ്രഭാകരൻ ആരെയും വിളിച്ചിട്ടില്ല. നമ്മൾ അറസ്റ്റ് ചെയ്തവരോ? അറസ്റ്റിലായവർക്ക്
അതെവിടെയാണെന്ന് അറിയില്ല സർ. ഇയാൾ കോൺഷ്യസ് ആയാൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ. See, the issue is a matter of credibility of our government. I know the serious. അതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ പോയി ഒന്ന് തെരയടോ, ഇഡിയറ്റ്. I'll let you know. I'll keep you posted. Come on, tell me, man. Where is it? Respond. നമസ്കാരം. ഞാനിങ്ങ് ദൂരെ ഹൈ റേഞ്ചിൽ നിന്ന് അറക്കലബു കണ്ടില്ലേ? എന്തോ ഏടാകൂടമായിട്ട് തീവണ്ടി മംഗലപുരത്ത് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതല്ലേലും അങ്ങനെയാണല്ലോ. തീവണ്ടിയല്ല, ഇനി ഉത്തര കൊറിയ അമേരിക്കയിലോട്ട് ആറ്റം ബോംബ് വിട്ടവരെ അതൊടുക്കം കറങ്ങിത്തിരിഞ്ഞ് ഷാജി പാമ്പൻ്റെ നെഞ്ചത്ത് വന്നേ പൊട്ടു. വരട്ടേന്ന്. നീലക്കൊടുവേലിയും വയ്യാവേലിയും ഒക്കെ കഴിഞ്ഞ് പഴയ നടുവേദനയും പ്രശ്നങ്ങളുമായി പാപ്പൻ ഇവിടെ തന്നെയുണ്ട്. സ്ത്രീ വിഷയത്തിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഒഴിച്ചാൽ പാപ്പൻ ഇപ്പോഴും പഴയ പാപ്പൻ തന്നെയാണ്. ഞങ്ങളും. ഈ ചാണകവളം വൈകുന്നേരത്തിന് മുമ്പ് നാട്ടിലെത്തിക്കണം. എന്തൊരു മണ! ഞാനാദ്യമായിട്ട് ഈ ചാണക വണ്ടി ഓടിക്കുന്നത്. പിന്നെ നീ മുമ്പ് ഓടിച്ചത് അമ്പാൻ്റെ വണ്ടിയല്ലേ? അറപ്പിച്ച് കയറാ. വണ്ടിയുടെ മുമ്പിൽ തന്നെ കുരിശാണല്ലോ. കുരിശാവോ? ആ, കുരിശായി. പാലം നിറച്ച് കിടക്കും. ഉലുവാലായാലും ഇനി എപ്പോ അവിടെ നിന്ന് ഊരിപ്പോൻ പറ്റും? ഇത് എന്നതാടാ ഈ വണ്ടിയില്? അത് ഷാജിപ്പാപ്പന്റെ തോട്ടത്തിലേക്കുള്ള ചാണകവള സാറേ. സാറിന് ചാണം വേണോ? ചുമ്മാ ആരാടാ ഈ ഷാജി പാപ്പൻ? എസ്റ്റേറ്റ് മുതലാളിയാ? ഷാജിപ്പാപ്പൻ. എല്ലാം ഉണ്ടല്ലോ അല്ലേ? മറയൂര് വഴിയല്ലടാ വന്നത്? അതെ. അപ്പൊ ചാണകത്തിനിടയിൽ ചന്ദനമുട്ടി വെച്ചിട്ടില്ലടാ നിങ്ങള്? ചന്ദനമുട്ടിയോ? സത്യം പറ, കള്ളക്കടത്ത് നടത്തില്ല നിങ്ങള്? സാറെന്താണ് ഒരുമാതിരി ചാനലുകാരെ പോലെ കേസ് വഴി തിരിച്ചിടാൻ നോക്കണത്? ചന്ദനമാണോ ചാണകമാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ലോഡ് മുഴുവൻ ഇറക്ക്, എന്നിട്ട് പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ തപ്പ. സാറേ, വളം വാരിയിട്ട് പ്ലാറ്റ്ഫോം തപ്പണേ കൊള്ളാം. പക്ഷേ തിരിച്ചതുപോലെ കയറ്റിയിട്ട് തരണ്ടത്. ഇല്ലെങ്കിലോ? തോട്ടത്തില് വാള് എത്തിയില്ലെങ്കിൽ പാപ്പനോട് സാറ് സമാധാനം പറയേണ്ടി വരും. എന്നപ്പോ അറിയിക്കണം നിന്റെ മറ്റോടെ. അവനോട് തന്നെ നേരിട്ട് സമാധാനം പറഞ്ഞോളാം. ഇനി നീ പോളെ, ഞാൻ ബാറ്റ് ചെയ്യാം. എന്നാന്ന് വിളിക്കണം. അമ്പയർ കൊണ്ടരുത്. അമ്പയർ നിനക്ക് കാണിച്ചു തരാടാ സ്റ്റേഷനിൽ വന്നിട്ട്. ഇനി അത് വേണ്ടി വരില്ല സാറേ, അവരെത്തി. പാപ്പാ അബുവാ. അപുഭീകരൻ കൊടുംഭീകരൻ യമകിങ്കരൻ രുതിരപ്രിയൻ വടിവാളിനാൽ മുടി ചീകിടും തല കൊയ്യലും ഒരു ഹോബിയാ. അപുഭീകരൻ കൊടുംഭീകരൻ യമകിങ്കരൻ രുതിരപ്രിയൻ വടിവാളിനാൽ മുടി ചീകിടും തല കൊയ്യലും ഒരു ഹോബിയാ. പാപ്പനല്ല. ഈ ചാണക കേസിനൊക്കെ ഷാജി പാപ്പൻ വേണോ സാറേ? ഞാൻ പോരെ? അതിന് നീ ആരാ? ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഞാൻ അബു, അറക്കലബു. ഇവിടെ ചോദിച്ചാ മതി. ഇവിടെ ചോദിച്ചാലും അറക്കലബു. അതുകൊണ്ട് ഷാജി പാപ്പന്റെ പിള്ളേരെയും വണ്ടി അങ്ങ് വിട്ടേക്ക് സാറേ. പോലീസുകാരെ ന്യായം പഠിപ്പിക്കുന്നോടാ കോപ്പേ. അത് വേണ്ട സാറേ, പണി പാളും. കൈ പിടിക്കുന്നോടാ പാന്നം. സാറേ വേണ്ട. ഷാജി പാപ്പൻ ആറ്റം ബോംബും ചീറിപ്പോകും ഐറ്റം തന്നെ ഷാജി പാപ്പൻ. ഹാജി മസ്താൻ സലാമ വയ്ക്കും വീരൻ പാപ്പൻ. ഷാജി പാപ്പൻ ആറ്റം ബോംബും ചീറിപ്പോകും ഐറ്റം. പാപ്പൻ എന്താണ് ശബരിമലക്കാണോ? പാപ്പൻ സുത്താണി പാപ്പൻ മുത്താണി പാപ്പൻ സുത്താണി
പാപ്പൻ. അയ്യോ, ഇതെന്റെ പിള്ളേരാ സാറേ. ഇത് കുറച്ച് ചാണകവളമില്ലയോ? അങ്ങ് വിട്ടേക്ക്. അത് തീരുമാനിക്കാൻ നീ ആരാണോ? പാപ്പന്റെ ദേഹത്ത് തൊട്ടാ പിന്നെ അവന്റെ വിധി എഴുതുന്നത് പാപ്പനാ. അവനെ കൊല്ലു പാപ്പ. പാപ്പ അയ്യോ, ജീവൻ വേണോ അടിക്കോ, അല്ലെങ്കിൽ പാപ്പ നിങ്ങളെടുത്ത് വെള്ളത്തിലിടും. ചുമ്മാ സത്യം വിട്ടോ. സാറേ നീന്താ അറിയല്ലേ? നീ എന്നാണ് കരുതിയ പാപ്പം വെറും മൂന്നാംകിട കള്ളക്കടത്തുകാരനാണോ? മല വെട്ടിപ്പിടിച്ച കാട്ടുജന്തുക്കളോട് യുദ്ധം ചെയ്ത് പൊന്നുവിളച്ച കാരണവന്മാരാണ് എന്റെ. അതെപ്പോ പാപ്പ? അതൊക്കെ ഉണ്ട്. ആണോ? എന്നാ കണ്ടിന്യൂ. അങ്ങനെയുള്ള എനിക്കും എന്റെ പിള്ളേർക്കും ഈ ചന്ദനം കിടത്തി ജീവിക്കേണ്ട കാര്യമില്ലാവേ. ആഞ്ഞു നീന്തിക്കോളാ. നിന്റെ ഒന്നും ചീഞ്ഞ ചോര ചീകടിക്ക് പോലും വേണ്ട. ഞങ്ങളെ അങ്ങ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതെ, ഇപ്പോഴോർത്തത് ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. ഷാജിയേട്ടാ, നമുക്ക് കാശിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതെന്നാടാ അല്ലാത്തത്? അതെ, വടമുലൊന്നും നടക്കണല്ലോ. അല്ല, ബൂക്ക് പറഞ്ഞപ്പോ അത് ശരിയാന്ന് ഞങ്ങൾക്കും തോന്നി. ലോറിയില് ചാണകത്തിന്റെ അടിയില് ഒരു ലേശം ചന്ദനമുട്ടി ഉണ്ട്. ചന്ദനമുട്ടി കുറച്ച്. ചാണകത്തിന്റെ മണ്ണോടിക്കാതിരിക്കാൻ വേണ്ടി എടുത്തോ. സാറേ, കയറ് വല്ലതും വേണമായിരുന്നോ? പോടാ, നിനക്ക് എടുത്തോളാം. എന്നാ അപരാധോടാ ക്ലീറ്റസാ നിങ്ങൾ കാണിച്ച്? ചന്ദനം കടത്താൻ ശ്രമിച്ചതിനും അത് തടയാൻ ശ്രമിച്ച ഡ്യൂട്ടി ഓഫീസർ SI പ്രദീപ് കുമാറിനെ കമ്പനമേട് പാലത്തിൽ നിന്നും ഡാമിലേക്ക് എറിഞ്ഞുകൊല്ലാൻ നോക്കിയതുമായ കേസിലെ പ്രതി പന്നിമറ്റത്തിൽ ഷാജി പാപ്പൻ. കേസിൽ 50,000 രൂപയുടെയും 2 ആൾ ജാമ്യത്തിന്റെയും ഉപാധിയോടെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു. ഒപ്പം എല്ലാ തിങ്കളാഴ്ചയും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്നും കേസിന്റെ വിചാരണ തീരും വരെ കോടതിയുടെ അനുവാദമില്ലാതെ ജില്ല വിട്ടു പോകാൻ പാടില്ലെന്നും ഇതിനാൽ കോടതി ഉത്തരവാകുന്നു. വിചാരണ തീയതി ഉടൻ അറിയിക്കുന്നതാണ്. ആശാൻ ഓടരുത്. ഓടൂല. ഓഹോ, നീയായിരുന്നു. നിന്നെ ഒരിക്കലും ഇങ്ങോട്ട് കടത്തി വിടരുതെന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. കടത്തി വിട്ടില്ല, അതുകൊണ്ട് മതില് ചാടിയാ ഞാൻ വന്നത്. എന്നെ ഒന്ന് കടാക്ഷിക്കണം. തണുക്കുന്നു. ഹലോ, സമരമെന്ന് പറഞ്ഞ് കുറ്റിക്കാട്ടി നടന്നോ ഒന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. അത് പറഞ്ഞപ്പോ ആർക്ക് ചൊറിഞ്ഞെന്ന്? എടോ, അതൊക്കെ ഈ PP ശശിയുടെ നാടൻ ശൈലിയല്ലടോ. വരട്ടടോ. എത്ര പത്രക്കാർ വന്നാലും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. പറഞ്ഞുകൂടെ? നിന്റെ കുപ്പി. ഞാൻ മന്ത്രിയായപ്പോൾ ആദ്യം അന്വേഷിച്ചത് തന്റെ തൊപ്പിയാ. അത് കുറെ കാലമായിട്ട് എന്റെ മേശപ്പുറത്ത് പേപ്പർ വെയിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി കുറെ കാലം അതവിടെ ഇരിക്കുകയും ചെയ്യും. എന്താണോ തന്റെ നെറ്റിയിലൊരു തിലകക്കുറി? അത് പാർട്ടി ചിഹ്നം പോലെ ഉണ്ടല്ലോ. പാർട്ടിക്കാരും നാട്ടുകാരും എന്നെ സർബത്ത് പിഴിഞ്ഞൊടി പരിവാക്കി. അവരെയൊക്കെ ഞാൻ വിട്ടതാ. എനിക്ക് ഉറപ്പായിരുന്നു. 17 പ്രാവശ്യമായി
ഞാൻ ആശാനെ കാണാൻ മന്ത്രിമന്ദിരത്തിലും വീട്ടിലും കയറി ഇറങ്ങുന്നു. എനിക്ക് തൊപ്പിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വിപ്ലവ സിംഹമേ, കനിയണം. ഹൈറേഞ്ചിൽ എനിക്ക് ശത്രുക്കൾ കൂടി വരിക. കഴിഞ്ഞ ദിവസം അനങ്ങാപ്പാറ SIയെ ഒരുത്തനെടുത്ത് ഡാമിലേക്ക് എറിഞ്ഞു. ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ ഞാനായിട്ട് എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നതല്ലാതെ വേറൊരാളും ഒരു കല്ല് പോലും എടുത്തെറിയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അവിടെ എനിക്കൊരു അടിമയെ വേണം. അടിമ ഞാനാണ് ആശാനെ, അടിമ ഞാനാണ് ആശാനെ. പിള്ളേരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്നെ കൈവിടരുത് ആശാനെ, എന്നെ കൈവിടരുത്. മര്യാദയ്ക്ക് ചോദിച്ചപ്പോ അയാൾക്ക് മുട, മന്ത്രിയായതിന്റെ അഹങ്കാരം. അവസാനം ഞാൻ മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടു. ഒന്നും മനസ്സിലാവാതെ ഒരു പൂച്ചയെ പോലെ ഇരിക്കുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി PP ശശി ഞാൻ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചു. എന്നിട്ടൊറ്റ ഡയലോഗാ. അല്ല, സസ്പെൻഷൻ ഇല്ലാത്ത സമയത്ത് സാറിന്റെ തോക്ക് പിടിച്ചു മേടിച്ചു വെച്ചല്ലേ? അതെ. പിന്നെ ഇതേ തോക്ക്? നിന്റെ അപ്പനെ കൊല്ലം ഞാൻ പഠിച്ച പുതിയ തോക്ക്. കഥ കേൾക്കണ റാസ്കൽ. സാർ, PC എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഞാൻ പറഞ്ഞതാ സാറേ, അവൻ മറന്നു പോയതായിരിക്കും. അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് വെടി അല്ല, തോക്ക്. തോക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആശാൻ ഒന്ന് തീരുമാനിക്കാം. ഒന്നുകിൽ എന്റെ തൊപ്പിയുമായി ഞാൻ ഈ വാതിൽ കടന്നു, ഇല്ലെങ്കിൽ എന്റെ ഈ ഉണ്ട ആശാന്റെ നെഞ്ച് കടന്നു പോകും. ഇതിലേത് വേണമെന്ന് ആശാന് തീരുമാനിക്കാം. എല്ലാവരും ഒന്ന് പേടിച്ചു. എങ്ങും നിശബ്ദത, ഭയപ്പെടുത്തുന്ന നിശബ്ദത. സാറേ, ഇവനോ? ഭർത്താവ് ഈ കുരിശായിരുന്നോ? എന്താടാ? എന്നാണ്ട് സാറേ, കറുത്തു പോയല്ലോ. സാറേ, ഞാനൊന്ന് ഒപ്പിടാൻ വേണ്ടി വന്നതാ. കാലത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാൻ നിന്നെ എന്താടാ പോലീസിലെടുത്തോ? അതല്ല സാറേ, മുൻ SI പ്രദീപ് കുമാർ സാറിന് പുള്ളിനെ ഞാൻ എടുത്തുനിന്ന് ഡാമിലേക്ക് ഇട്ടായിരുന്നു. അയ്യോ, പോയി. അങ്ങനെയാ കേസ് വന്നേക്കുന്നത്. അതിന് ഒപ്പിടണം എന്ന് പറഞ്ഞായിരുന്നു. ഒപ്പിടിപ്പിക്കട്ടെ സാർ. ഒപ്പിടാം. ഇതെന്നതാടാ, മലയോ? അല്ല, ഷൂവാ, ഷൂ. ഒരു ഷൂ. നിന്റെ വടംവലി അലമ്പും ഒക്കെ ഇപ്പോഴും ഉണ്ടോടാ? വടംവലി പിന്നെ നമ്മുടെ ജീവവായു അല്ലേ സാറേ. അലമ്പൊന്നും ഇല്ലെന്ന്. ശരിക്കും മറ്റേ സാറിന് ഞാൻ ഒന്നും ചെയ്തതല്ല. പുള്ളി കാല് തെറ്റിയൊക്കെ വെള്ളത്തിൽ പോയതാന്ന്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്റെ നട്ടലൂരി ഞാൻ ലാത്തി ഉണ്ടാക്കും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ ആഴ്ച ഇവിടെ ഒന്ന് ഒപ്പിട്ടോണം. ജില്ല വിട്ടു പോകാൻ പാടില്ല. എന്നാ പിന്നെ ഒരു 6 മാസമെങ്കിലും ഒപ്പ് ഇപ്പൊ തന്നെ കിട്ടേക്കാം. നല്ല കാര്യല്ലേ സാറേ? അങ്ങനെയൊന്നും പറ്റൂല പാപ്പ. പറ്റൂലല്ലേ? ശരി. എന്നത് കുമാരനോ? PC, എന്തോ അവന് ഇച്ചിരി ബഹുമാനക്കുറവുണ്ട്. അവനെ എത്രയും വേഗം അകത്താക്കി മര്യാദ പഠിപ്പിക്കും. ശരി സാർ. ഇവിടെ എന്നതിന് ഇങ്ങനെ കിടന്നിറങ്ങുന്നു. ചവിട്ടിക്കാൻ സമയമായ. അലറാതിരി ഷായിപ്പാപ്പോ, ഇന്ന് ചന്ദനം കടന്നൊന്നുമില്ലേ? എന്നതിനാടാ ചന്ദനം? നിന്റെ അപ്പനെ കത്തിക്കാനാണോടാ പരാമാറി? ചുമ്മാ ഇരിക്കാനുള്ള മൂടും പോയി. നീയായിരുന്നു ഞാൻ തള്ള എന്നാ വിചാരിച്ചേ? ആ പ്ലാവിന്റെ ചപ്പൊന്ന് കെട്ടിത്തൂക്കാൻ എവിടെ ഇങ്ങനെ വായി നോക്കി ഇരുന്നാ മതിയല്ലോ. എണീറ്റ് വന്നേ. പാവം, അന്നാ അതിനെ കൊന്നു നിന്നാ മതിയായിരുന്നു. പിങ്കി, നിന്റെ പിള്ളേർക്ക് എന്നാ ആക്കണത് വഴി അറക്കാൻ കൊടുക്കട്ടെ എല്ലാത്തിനെയും. ഇതുങ്ങളായി വീട്ടിലാകെ വരുമാനമുള്ള ആൾക്കാർ അതിനെ കൊല്ലണ്ട. അതുനേരാ. എടി, ആ പാല് വിറ്റേന്റെ കുഞ്ഞു മുട്ടിനാട് വിറ്റേന്റെ കാശുണ്ട് ചെടി. അതിന്ന് ഒരു ചില്ലിക്കാശ് ഞാൻ തരികയില്ല. അത് ഞാൻ ഹോണ്ട ആക്ടിവ മേടിക്കാൻ കുടുക്കയിലിട്ട് വെച്ചേക്കോ. അല്ലെങ്കിൽ എനിക്ക് വേണ്ട. എന്നായിരുന്നു പാപ്പന്റെ പണ്ടത്തെ ഡയലോഗ്? തരാടി. റേച്ചൽ മോളെ, നിന്റെ അപ്പൻ, അതായത് എന്റെ ചേട്ടൻ തോമസ് പാപ്പൻ നിന്നെ അമ്മച്ചീനെ ഇട്ടേച്ചു പോയിന്ന് വെച്ചിട്ട് നീ വിഷമിക്കണ്ട കേട്ടോ. നിനക്ക് ഈ ഷാജി പാപ്പനില്ലേടി? പിന്നെ എന്റെ അമ്മച്ചി പോയപ്പോഴും പറഞ്ഞു ഞാനില്ലേടിന്ന്. എന്നിട്ട് ഇത്ര വലിയ ഡയലോഗ് ഓടിച്ചിട്ട് എനിക്കൊരു ചുരിദാറെങ്കിലും മേടിച്ചു തന്നായിരുന്നോ? കാശ് വേണ്ടേ? കാശ് ഇപ്പൊ അമ്മച്ചീനെ നോക്കാനും ഈ പിങ്കിക്കുട്ടങ്ങളെ നോക്കാനും നടുവിനെ ചൂട് പിടിക്കാനും ഞാൻ വേണം. ഇങ്ങനെ ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ നടക്കുന്ന ഒരു പാപ്പൻ. അരിഞ്ഞു കളയും കേട്ടോ ഞാൻ. എടി, നീ നോക്കിക്കോ, നിന്റെയൊക്കെ പുച്ഛത്തിന് ഞാൻ ഒരു മലങ്കോള് പിടിക്കുന്നുണ്ട്. മലങ്കോള് വെറ്റകൾക്കും പുച്ചു കാണിച്ചാരടി. കേട്ടതാ. എന്നാടാ ഒരു കോളുണ്ട്? കോളോ?
കർത്താവ് വലിയവരാണ് പറഞ്ഞു തീരും മുമ്പ് കോള് കൊണ്ട് വന്നേക്കും. എന്നാ സഹർത്തെ പന്നി മോന്റെ എന്നെക്കാട്ടി നന്നായിട്ട് 5 രൂപയ്ക്കുമല്ലോ. അതാരാ? ഇങ്ങതാ സുഹൃത്തെ, പന്നിമറ്റത്ത് വർക്കിപ്പാപ്പൻ മകൻ ഷാജി പാപ്പനും. ഇതെന്നാണ് ഇത്, ബൈബിളോ? ശരിക്കും അങ്ങ് വായിക്കാത്. ക്ലബിന് സ്ഥലം അനുവദിച്ചിരിക്കുന്നത് പഞ്ചായത്തായതിനാൽ വിന്നേഴ്സ് ക്ലബ് എപ്പോഴെങ്കിലും നിർജ്ജീവമാവുകയോ കെട്ടിടം പുനരുദ്ധാരണം നടത്താതിരിക്കുകയോ ചെയ്താൽ പഞ്ചായത്തിന് സ്ഥലം തിരികെ വാങ്ങാനും കെട്ടിടം പൊളിച്ചു കളയാനുമുള്ള അധികാരമുള്ളതിനാലും നിലവിൽ ക്ലബിന്റെ അവസ്ഥ ശോചനീയമായതിനാലും ക്ലബ് പുതുക്കി പണിയുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള പരമാവധി സമയം 1 മാസമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നു. 1 മാസത്തിനകം പുനരുദ്ധാരണ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് ക്ലബ്ബ് തുടങ്ങാൻ അനുവദിച്ച സ്ഥലം തിരികെ വാങ്ങുന്നതാണ് എന്ന് പ്രസിഡന്റ് ഉതുപ്പ് കപ്പക്കാല. ഇതാണോടാ മലങ്കോട്? ഇത് ജപ്തിയാണോ? ജപ്തിയാണോ? അപ്പൊ ചെണ്ടോട്ടൊക്കെ ഉണ്ടാവില്ല. ഇനി എന്നാ ചെയ്യും കർത്താവേ? ഷാജിയേട്ടാ, അങ്ങോട്ട് രാവിലെ ക്ലബ്ബ് ഒന്ന് നോക്കിയായിരുന്നു. ഇതാണോ പൊട്ടിക്കാതെ പാപ്പൻ എന്നെ കൊടുക്കാൻ പറഞ്ഞേ? അമ്മച്ചേ ചായ വിളിക്കാതെ തള്ള ചിലപ്പോ വരും. ചായ ചായന്റെ തള്ളെടുത്ത് പോയി പറയടാ. ഗതിയില്ലാത്തവന്മാരെല്ലാരും കൂടെ കാലത്തന്നെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. എന്നതാടാ? എന്തോ വലിയ കോളുണ്ടെന്ന് വിളിച്ചു കൂണത് കേട്ടത്. അത് ഞങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനം മാനിച്ചിട്ട് പഞ്ചായത്ത് ഞങ്ങൾക്ക് ഒരു അവാർഡ് തരാൻ വേണ്ടി പോയി. കൂന്തൽ കെട്ടിലെന്തിന് ഇത്തിരി കൂടുതലിട്ടോട്ടോ, ചുണ്ടൊന്ന് ചുമന്നോട്ടെ. കള്ളൻ. സംഗതി ദൈവതെന്ന് തന്നെയാ. അപ്പനും അമ്മയും മടത്തി കൊണ്ടുവന്ന് ആക്കിയിട്ട് അവിടെ നിന്ന് വഴക്കുണ്ടാക്കി ഒരു കന്യാസ്ത്രീയുടെ താടിക്കിട്ട് തട്ടിയിട്ട് ഇപ്പൊ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്നല്ല ഒരു നാട്ടിൽ നിന്നും കൊള്ളാവുന്ന ഒരു കല്യാണം വരെ ഞാൻ സമ്മതിക്കില്ല. അല്ല, വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ? പിന്നെ പരമാർത്ഥം. ആ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നേരെ അങ്ങ് പറയാൻ പോവുക. എൻ്റെ 2 പെങ്കൊച്ചുങ്ങളെയും ഞാൻ നല്ല നിലയ്ക്ക് കെട്ടിച്ചു വിട്ടു. പോരാത്തതിന് 10-60 ഏക്കർ സ്ഥലവും കുറെ കടമുറികളും എൻ്റെ പേരിലുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിലാണെങ്കിൽ എന്നാ പിടിയാ അല്ല അല്ലേ? ആ ബാധ്യതകളൊന്നുമില്ല. അപ്പോഴേ ഒന്ന് ചോദിച്ചോട്ടെ, ഇവളെ എനിക്ക് കെട്ടിച്ചു തരാമോ? അങ്ങോട്ട് കെട്ടിച്ച് കൊടുക്കണതല്ലേ നല്ലത്. പ്രത്യേകിച്ച് മാർക്കോസേട്ടന് വയ്യാത്ത അവസ്ഥയില് കെട്ട് കഴിഞ്ഞാ പിന്നെ ഞാനില്ലയോ എല്ലാത്തിനും. ഇനി എന്താ ആലോചിക്കാതിരിക്കുന്നു എന്റെ ചേട്ടത്തിയെ? പോരാത്തതിന് ഉതുപ്പച്ചായം കല്യാണം കഴിക്കാത്തതിന്റെ പേരില് അയൽവക്കത്തുകാർക്കാ പരാതി. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. സ്നേഹം കൊണ്ടാ. ചായ കുടിച്ചില്ല? അയ്യോ, ഷുഗർ. എന്നാ കുറച്ച് മിച്ചറെങ്കിലും. അയ്യോ, പ്രഷർ. ഓ, ഇതിൽ കൂടെ ഇനി എന്താ വേണ്ടേ? അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നേ. ആ പിള്ളേര് പോയി മര്യാദക്ക് ജീവിക്കട്ടെ, അല്ല മോളെ? അകത്തിപ്പോ എല്ലാരും കഴിക്കുമായിരിക്കും ഇല്ലയോ? അതിനിടയ്ക്ക് അവന്റെ തീറ്റക്കാര് ഫുഡ് തലയില് വിഗ്ഗാശാചേട്ടാ. വാർദ്ധക്യ പെൻഷൻ മേടിച്ചിട്ട് വരണ പോലെ ഉണ്ടല്ലോടാ. ഗാന്ധിജിയുടെ ഒപ്പം പഠിച്ച ആളാണ് കേട്ടിരിക്കുന്നത്. നമസ്കാരം. ശൗചാലയത്തിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ആ എല്ലാ പേങ്ങന്മാരും ഉണ്ടല്ലോ. എന്നാ ഉണ്ടോ ഷാജി? ഞാനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്നതാടാ വിഷയം? ഒന്നുമില്ല, മറ്റേ ക്ലബിന്റെ. ഓ, അത് നീ അങ്ങ് വിട്ടുകളാ. അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. പിന്നെ നീ ഒതുക്കത്തിന് ആ കൊച്ചിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു സമ്മതിപ്പിക്കണം. നിങ്ങൾ അയൽക്കാരല്ലയോ? കെട്ട് കഴിഞ്ഞാ പിന്നെ നമ്മളും അയൽക്കാരല്ലയോ? നമുക്ക് അടിച്ചു പൊളിക്കണം. അങ്ങനെ വന്നാ നിന്റെ ക്ലബിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരും. വണ്ടി ഇടാ. അങ്ങനെയാണെങ്കിൽ പാപ്പനെ അങ്ങോട്ട് ശരിയാക്കി കൊടുക്കാൻ പാടില്ലേ? നമുക്ക് സ്റ്റെല്ല ചേച്ചിനെ പാപ്പനെ കൊണ്ട് കെട്ടിക്കാം. അവനൊന്ന് കെട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അല്ലേലും ഈ വേലയും കൂലി ഇല്ലാത്തവന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേടി കല്യാണവും കുടുംബജീവിതവും. വിഷമിക്കില്ല. കിരീടത്തിലെ മോഹൻലാല് പോണല്ലേ? പാപ്പന് വിഷമായി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ. ഷാജിയേട്ടന്റെ കൂടെ കണ്ണീർപ്പൂവും പാടി ബാക്കിയുള്ള കാലം ഞങ്ങളും കൂടി നടക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു സൈക്കിളിൽ കയറി അത് വന്നത്. കറക്റ്റ് മമ്മൂട്ടി.
എന്താണത്? അടുത്ത ജപ്തി വല്ലതാണോ? ഇനി എന്തെടുത്ത് ജപ്തി? വായിച്ചു നോക്കട്ടെ. മഹീന്ദ്ര ബാഹുബലി. മഹീന്ദ്ര ബാഹുബലി. മഹേന്ദ്ര ബാഹുബലിയോ? നീ തന്നെ ഇങ്ങോട്ട് വായിക്കാണ്ട് പറഞ്ഞൂടാ. ഇംഗ്ലീഷ് പാപ്പനത് കിട്ടുമോ? ഇന്റർനാഷണൽ ടൂർണമെന്റാ, അഖിലേന്ത്യാ തലം. ഞങ്ങളുടെ ടീമിനെ മാത്രം അവർ സ്പെഷ്യലായിട്ട് കത്ത് നിന്ന് ക്ഷണിച്ചേക്കുവാന്ന്. രജിസ്ട്രേഷൻ ഫീസ് തന്നെ 50,000 രൂപയാ. പിന്നെ പരിശീലനവും ഭക്ഷണവും വസ്ത്രവും എല്ലാം കൂടി കുറച്ച് കാശ് വരും. പക്ഷെ ജയിച്ചാലുണ്ടല്ലോ 1/2 കിലോന്റെ സ്വർണ്ണ കപ്പ. 1/2 കിലോന്റെ സ്വർണ്ണക്കപ്പ? അപ്പൊ അത് എത്ര പവൻ വരുവാടാ? ഒരു 50 കിലോ വരും. അത് കൊള്ളാലോടാ. പിന്നല്ലാണ്ട് ഞങ്ങളെല്ലാം കൂടി ആഞ്ഞൊരു വലി വലിച്ച് ഞാൻ കപ്പ ഇങ്ങ് പോരത്തില്ലയോ. പിന്നെ അമ്മച്ചി ആരാ? രാജകുമാരിയല്ലയോ? രാജകുമാരി. പക്ഷെ അമ്മച്ചി കൊറേ കാശൊന്ന് സഹായിക്കണം കേട്ടോ. എന്നതാ? അല്ല, കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കാശൊന്നും ഇല്ലല്ലോ. അപ്പൊ അമ്മച്ചി അവസാനമായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? നമ്മുടെ വീടിന്റെ ആധാരം, പണയം എങ്ങനെ ഉണ്ടാവും? നിന്റെ ഗുണം പിടിക്കാത്ത ക്ലബിന് വേണ്ടിയിട്ട് ആധാരം നിനക്ക് വേണോ? അല്ലേടാ? ഇതെന്താണ് കാക്കൃഷി നാടകം? കല്യാണം കഴിക്കണതാ. എടാ, അമ്മച്ചി കുറെ അവതാ പറഞ്ഞെങ്കിൽ അവസാനം ഉത്തരാവോയി. അമ്മച്ചി തന്നോ? അമ്മച്ചി തന്നതായി നെറ്റി കാണുന്നത്. ഓ, അതൊന്നും തന്നില്ലടാ. ആധാരം പതുക്കെ ഞാനങ്ങ് അടിച്ചു മാറ്റിയായിരുന്നു. പകരം ഒരു കളർ ഫോട്ടോ കോപ്പി ഞാനങ്ങ് വെച്ചു. കാഞ്ഞ ബുദ്ധിയായി പോയല്ലോ ഷാജിയേട്ടാ. എടാ, 1/2 ഏക്കർ സ്ഥലമേ ഉള്ളൂ കേട്ടോ. അത് പോയല്ല അങ്ങ് പോവും. നമ്മൾ ജയിക്കും ഷാജിയേട്ടാ. ക്ലബ്ബ് നമ്മൾ തിരിച്ചു പിടിക്കുകയും ചെയ്യും. പടച്ചോനെ, ഈ കള്ളക്കടത്താനെ കാത്തുരക്ഷിക്കണേ. ഇന്നും 5-6 പേര് കാണാൻ വന്നിട്ടുണ്ട്. അല്ലാ, എവിടെ? സംഗതിയൊക്കെ ഓക്കെ, ഒറിജിനലൊക്കെ തന്നെയാണ്. കാശ് ഒരു 2 ലക്ഷം ഉറുപ്പിക നമ്മൾ തരും. പിന്നെ ഒരു കാര്യം, നമ്മളെ പലിശ ഇത്തിരി കട്ടിയാ. പിന്നല്ല, മാസം കഴിയുമ്പോ 2,30,000 ഉറുപ്പിക നമ്മളെ മുറിയിലെത്തണം. അല്ലെങ്കിൽ നമ്മൾ ഒരു കെട്ടോള് നിങ്ങളെ കുടിയിലുണ്ടാവും. അയ്യോ, അതിന് പിന്നെ ആയിക്കോട്ടെ. പക്ഷെ സൗകര്യങ്ങളെ കുറച്ച് കുറവാ കേട്ടോ, ഒന്ന് പറയണേ. ആയിക്കോട്ടെ. പിന്നാലെ തന്നെ ഞാനും ലോലപ്പനും 2 വായും തലണേറ്റ് അതും ഉണ്ടാവും. അയ്യോ, എന്തേ? വേണ്ട. അതുകൊണ്ട് കരുണ, അവധി, ഈ 2 സംഗതി അബ്ദുള്ളനോട് പ്രതീക്ഷിക്കേണ്ട. പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതല്ലോ ഇവിടെ തന്നെ വന്നത് ഞാൻ. പാപ്പ, ആധാരം വേണം പോട്ടെ, വടംവലിയല്ലേ നമുക്ക് പ്രധാനം. എന്നാൽ ഐശ്വര്യമായിട്ട് കാശ് പിടിച്ചോളി. നീ മേടിക്കാൻ പാടില്ല. കൃത്യസമയത്ത് തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റണം. പടച്ചോനെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാൻ ഞാൻ മതിയായിരുന്നു. അത് നമ്മളിവിടെ പലിശക്കാരൊരു പ്രാർത്ഥന. ഇഞ്ചിക്കുന്നതിനും പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? നടക്കട്ടെ. ഓ, ഇതാര്? ലീലാമേ? ഇത് ഞാൻ ശരിയാക്കി തരാം. ഭർത്താവ് ഇപ്പോഴും ദുബായിൽ നാട്ടിലുണ്ട്. അത് ശരി. ഇയാളൊക്കെ എന്നാത്തിന് ഇങ്ങോട്ട് വരുന്നത്? വിളിച്ചോ വിളിച്ചോ, ആഞ്ഞ് വിളിച്ചോ. നിന്റെയൊക്കെ തൊണ്ട പൊട്ടുന്നല്ലാതെ ഈ ഉതുപ്പച്ചൻ രാജിവെക്കല. സിന്ദാബാദ് സിന്ദാബാദ്. ഇതാര്? എടാ ഓവേ, ക്ലബിന്റെ കാര്യമാണെങ്കിൽ നടക്കല കേട്ടോ. ഇനി 2 ആഴ്ചയോടെ സമയമുള്ളൂ. വണ്ടി ഇറങ്ങണം. കുഴപ്പമില്ല, ഞാൻ സേഫാ. അതല്ല, ക്ലബിന്റെ കാര്യമല്ലേ പിന്നെ കല്യാണത്തിന് നീ അവളോട് സംസാരിച്ചായിരുന്നു? ഷാജിയേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചത്. പക്ഷെ ഇതൊക്കെ 2 അടിക്കാണ്ടെങ്ങനെ സംസാരിക്കുക? 2 അടിക്കണ്ട, 4 തന്നെ അടിച്ചേക്കാം. എനിക്കിത് സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യ എന്റെ പാപ്പാനെ. ഞങ്ങൾക്കും അതെ. അതുകൊണ്ട് കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് ഇരിക്കാം. നിർത്തേ, ഒന്നുകൂടെ മതി മതി മതി. 6 എണ്ണമാണ് എന്റെ ഒരു ലിമിറ്റ്. അതുപോലെ എനിക്ക് കൺട്രോൾ ഇല്ല, വെള്ളം അടിക്കുന്നവരെ ഇഷ്ടമല്ല. നീ കാര്യം പറ. ഇച്ചിരി വിഷമത്തോടെയാണെങ്കിലും ആ കൊച്ചു സമ്മതിച്ചെന്ന് പറയായിരുന്നു. അവക്ക് തന്നെ വിഷമം? അല്ലത് അവള് പറയുവാ. അല്ല വേണ്ട, പറയടാ പോവേ. നീ പറ. എല്ലാ കാര്യത്തിനും പുതുപ്പിക്കാന്റെ കൂടെ ആ ആന്റണി ഉണ്ടാവുമല്ലോ. വണ്ടി ഓടിക്കാനും ആന്റണി വേണം. അപ്പോ പുതുപ്പിക്കാന് ഒന്നിനും പറ്റാത്ത കൊണ്ടാണ് പരസഹായത്തിന് കൂടെ കൊണ്ട് നടക്കണെന്നാണ് ജനസംസാരം. ഇവരൊക്കെ പുതിയ പിള്ളേരല്ലേ,
അവർക്കൊരു 100-110 വണ്ടി ഓടിക്കുന്നവന്മാരെയാണ് കൂടുതൽ താല്പര്യം. അത് മാത്രല്ല, കല്യാണം കഴിഞ്ഞ് ഹണിമൂണിനൊക്കെ പോകാൻ നേരത്ത് ഈ ആന്റണി പുതപ്പിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ കൊച്ചിന് സംശയം ഉണ്ടാവൂലേ? അത് നേരാ. ചില ഡ്രൈവർമാരെ നമ്പാൻ പറ്റുകയില്ലെന്നേ. എന്റെ കാര്യം തന്നെ കണ്ടില്ലയോ, വണ്ടി ഓടിക്കാൻ വന്നത് വേണ്ടിയാ. എന്റെ ഭാര്യനെ കൊണ്ടാ പോയെ. എന്നതിനാ ഇട്ടിരുന്ന അണ്ടർവെയർ കൊണ്ടുപോയി. അത് പിന്നെ പാപ്പൻ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന് വിചാരിക്കാം. ഇത് പാപ്പനെ പോലെയാണോ? പാപ്പനെക്കാട്ടും ഓൾഡ് അല്ലേ? ശരിയാ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗോൾഡ് ഗോൾഡ് എന്ന് കേട്ടോ. ഇപ്പൊ കാണിച്ചുതരാം. യുവമാരെ മുന്നേ ഒന്ന് ഷൈൻ ചെയ്യട്ടെ. വേറെ കാര്യം ചുമ്മാ ഓരോന്നിനെ പേടിപ്പിക്കാനായിട്ട്. എന്നെ കൊണ്ടാണ്ട് ഒറ്റയ്ക്ക് പോയി വീശിയല്ലേ? നിന്നെ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നു. എന്തോ നീ എന്നതാടാ പറഞ്ഞേ? സഹായത്തിന് ആളെ വേണം. അതാ പോലെ പറഞ്ഞു. നീ വേണേ മൊബൈൽ ഓൺ ആയിക്കോ, എന്നിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് പറ അവളുടെ അച്ചായം വലിയ മറ്റേതാണ്. മറ്റേതാ? ആ എടാ, ഈ പിള്ളേരൊക്കെ പറയത്തില്ലോ എന്നത് കൊലമാസ്. അത് ഇപ്പോഴാ കൊലപാസായത്. വാടാ മക്കളെ, ക്ലബ്ബത്തോട്ട് കളിക്കാൻ വന്ന. അനങ്ങാപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉതുപ്പ് തെക്കേപ്പറമ്പിൽ അറസ്റ്റിൽ. പ്രതിപക്ഷ സമരത്തിന്റെ ഇടയിലേക്ക് മദ്യലഹരിയിൽ ജീപ്പ് ഓടിച്ചു കയറ്റിയാണ് പ്രസിഡന്റ് ഉതുപ്പ് സമരം തകർക്കാൻ ശ്രമിച്ചത്. ആളുകൾ ഓടിമാറിയതോടെ വൻ വിപത്താണ് ഒഴിവായത്. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് ഇതെന്നാ പറ്റിയേ? കഴപ്പ്. എന്നെ കൊടുക്ക തരുവോ? അതിന് എന്തോന്നടാ? ഒന്നുമില്ല, ഇനി വല്ലതും പറഞ്ഞ് വല്ല വിഷം ചേർത്ത് തരും. എവിടെ ഇത്? ചക്കപ്പുഴുക്ക് അതേ സ്റ്റെല്ല ചേച്ചി ഉണ്ടാക്കിയതാ. ശരിക്കും നന്നായിട്ടുണ്ട്. നന്നായിട്ടൊന്നും ഇല്ല, എരിവ് കൂടിപ്പോയി. ജീരകവും. എനിക്ക് എരിവ് ഇന്നലെ വന്നൊരു ഇഷ്ടം. ആ കിണ്ടി വെച്ച് തലക്കടിച്ചതിന് വേറെ ഇതിലോ പോയിട്ടില്ല കേട്ടോ. ആ കമ്പിപ്പാരയെ നോക്കിയത് കിട്ടിയത് കിണ്ടിയായത് നിന്റെ ഭാഗ്യം. എന്നെ കൊടുക്കാൻ പോവാ, വേണോ? അവന് ആധാരം പണയം വയ്ക്കാൻ ചോദിച്ചിരിക്കുന്നടി. കൊടുത്തേക്കായിരുന്നില്ലേ? പ്രായി കൊല്ലൂല്ലോ ഇത്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നിന്റെ പേരെന്താന്നാ പറഞ്ഞ? പൈല്, രാജൻ പൈല്. ഡൂട്ട് സാറന്നല്ലേ പേരിട്ടത്? എന്തുള്ള പേരാണത്? Yes, boys. Finally we reached. കൊല ഇപ്പം തന്നെ തീറിയല്ലേ? എന്റെ കൊല്ല ചടങ്ങി. Come on, boys. Let's get down. என்னது பணம் இல்லையா? அப்படிதான் சார் ஏன் அண்ணா சொல்றது? டேய், நான் என்ன ஓசில வர வாகனம் நினைச்சியா? இல்ல சார். மாலு வாங்குற வாகனம், மயில் வாகனம். போய் சொல்லு. சரி. காய்கறி வெட்டுறதுக்கு கை வேணுமா வேணாவா? போடா போடா. சலாம் அலைக்கும் சுலைமான். വലൈക്കും സലാം. എന്നയാ? ഉദർകടോ मैं आ रहा हूं. അങ്ങോട്ട് ചെല്ലാന്. மானே மானே, உனக்கு 1000 வாட்டி சொல்லிருக்கேன். மார்க்கெட்டுக்கு போனா வாயா பழந்துன்னு ஆன் இல்லாம சீக்கிரம் வா வான்னு சொன்னாலியோ. ஆமா. അണ്ണേ സെത്തിട്ടോങ്ങളാ? டேய் இவன் அடுத்தவன ஜாவடி பாண்டா. டேய் பாத்திரம் தொலைது முதல்ல பரோட்டா போடா போடா. தொப்பி எடுத்து போடா. மாவே இந்த மாவு பாக்கல. மலையாளத்தானுங்க முதல்ல வேலை கேட்பானுங்க, அப்புறம் வேலை கொடுத்தா எனக்கே வேலை காட்டுவானுங்க. நீங்க சாப்பிடுங்க, இதெல்லாம் ஒரு என்டர்டைன்மெண்ட். 2 பரோட்டா பார்சல். ഇതൊരു വിധിയേ. ഡൂട്ട് സാർ. യെസ്. ഡൂട്ട് സാർ. യെസ്. അണ്ണ തരം തന്നെ. ഇത് തന്നെയായിരുന്നോ പണി? പൈപ്പിലെല്ലാം തീർന്നു, ഇനി കോരണ്ടി വരും പണ്ടാരം. ഡ്യൂഡിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഡ്യൂഡ് നൈസായിട്ടേ അയാളെ പിടിച്ച് അടുപ്പിലിട്ടിട്ട് നമുക്ക് എങ്ങോട്ടും പോകയാലോ? ഡ്യൂടെ എങ്ങാട്ട് പോകാനാണ്? നീലക്കുയില അന്വേഷിച്ച് വന്ന് ഹസാൻ അവിടെ കിടന്ന വടിയായി. ഇനി ബാങ്കോക്കിലോട്ട് പോയി അവര് വെടിവെച്ചു കൊല്ലും. കേരളത്തിലോട്ട് പോകാന്ന് വെച്ചാ കേരള പോലീസ് നല്ല ഇടിയാരുമല്ലേ? ഓ, ഇനി ഈ ഓപ്പറേഷൻ തീരണവരെ നമ്മുടെ ബേസ് ഇതായിരിക്കും.
മനസ്സിലായോ മിസ്റ്റർ പൈലി? ഡ്രാഗൺ പൈലി എന്ത് പൈലിയാണെങ്കിലും നീ ഒറ്റ തന്നെ കഞ്ചാവ് സോമനെ പരിചയപ്പെടുത്തി അന്ന് തൊട്ട് തുടങ്ങിയതിന്റെ തൂക്കില്ല ഭാഗ്യം. என்னடாங்க சத்தம்? ഒന്നുമില്ല അപ്പടെ പാത്രത്തിക്കിட்ட പേശി പേശി വെളിക്കിട്ടേ ഇരിക്കണ. ഒന്ന് വാടാ. ബി കെയർഫുൾ. ഓക്കേ? വഴിപാടോ? அவனை வெட்டி தித்திட்டு வாங்கடா போங்க. മാനേ ഒന്നുമില്ല എന്ത് പൊറോട്ടമോ ടൈറ്റ് ഡ്യൂട്ട് സാറിനെ വെല്ലാം ഡ്യൂട്ട് സാർ മാത്രം. കൊല കൊടുക്കാതെ വരുന്ന പൊറോട്ട പൊട്ട. ഒരു തീ പോലെ വരുമാവേശം സിരയൊന്നാകെ. രോഹിത്തിന് പകരം പുതിയ ആളെ കിട്ടി. നല്ല അന്തസ്സായിട്ട് വിളിക്കും. കാലും അങ്ങോട്ടെ. കയ്യിലിരിപ്പ് കുഴപ്പമില്ല. കാലും അങ്ങോട്ടെ. മനസ്സിൽ മിന്നലാടുന്നുണ്ട്, നെഞ്ചം താളമേകുന്നേ, ലക്ഷ്യം പോകണ്ടേ, തുണയ്ക്കായി തോഴരുണ്ടേ, ഏറെ ഒന്നായി മുന്നിലേറുന്നേ, കാറ്റിൻ വേഗമോടെ ദൂരെ പോകാം ചങ്ങാതി. ഒരു തീ പോലെ വരുമാവേശം സിരയൊന്നാകെ എരിവീറോടെ ദിശ മാറാതെ വഴി തേടുന്ന. என்னடா எண்ணி போர் அடிச்சு போச்சுடா மான். சுலைமான் வாடா சொல்லும். ടീ വേണമേ? வாடையார்ல டாக்ஸ் ஏத்திட்டாங்கடா. இதெல்லாம் ரீசனா சார்? அதுக்கு 300 கிலோமீட்டர் டிஸ்டன்ஸ். உன்னை பார்த்தாலே அடிக்கணும்னு தோணுதுடா. டேய் இதெல்லாம் ஒரு என்டர்டெயின்மெண்ட். போடா போய் வேலை பார். மான் വേറെ എങ്കിലും ടാക്സി എത്തിയാ? ചുവടുകളൊന്നായി തരിപിഴയാതെ ഗതി പിന്നോട്ടരുതെന്താകിലും മുന്നോട്ടാണ്. ഓ വഴികളിലാകെ പല പണിയാണ്, ഇനി പിന്മാറരുതുന്മേഷമോടെ ഒന്നായി പോണേ. ഇത് ഒത്താൽ കയ്യിൽ ആന, അതുമില്ലിൽ എന്താ വാന, ഒരു വട്ടം നോക്കാം വായോ. തിരുനാളം പോലെ മുന്നിൽ വഴി നീളെ വേണം നീയെ, ബലമായി എന്നും കൂടെ. ബ്രോ എന്റെ മുഖത്ത് മണ്ണ് വീഴുന്നു. മണ്ണ് മുഖത്താ? കയ്യിരുന്ന കാറും വിറ്റ് ബെർമുടയും വാങ്ങി ബാങ്കോക്കിൽ പോയിരുന്ന എന്റെ ഗതി ഇങ്ങനെ. നിനക്കിച്ചിരി മണ്ണ് വീണപ്പം ഇനി സംസാരിച്ച ഇതെടുത്ത് തറക്കടിച്ചേര് കേട്ടോ. ആ കുത്ത്. ഒരു തീ പോലെ വരുമാവേശം. കൂടുതൽ വെള്ളം ചേർത്ത് നശിപ്പിക്കലാ പോയി. മതി. എന്നാണ് സാർ ചായ കുടിക്കുന്നോ? തരത്തിൽ പോയി കളയടാ. പോടാ പോടാ. മനസ്സിൽ മിന്നലാടുന്നുണ്ട്, നെഞ്ചം താളമേകുന്നേ, ലക്ഷ്യം നേടുവാനും നേരെ ദൂരം പോകണ്ടേ, തുണയ്ക്കായി തോഴരുണ്ടേ, ഏറെ ഒന്നായി മുന്നിലേറുന്നേ, കാറ്റിൻ വേഗമോടെ ദൂരെ പോകാം ചങ്ങാതി. ഒരു തീ പോലെ கொஞ்சம் உப்பு. என்னையா ஆம்பளட் ரெடியா? நீ பா நானா இப்ப வந்துட்டே இருக்கு. என்னையா இது எதுக்கையா? ஜோக்கர் இருந்தா நான் டிக் அடிச்சிருப்பேன். அதான் உன்னை அடிச்சேன். சொல்ல குட்டி இதெல்லாம் ஒரு என்டர்டெயின்மெண்ட்டா? மூஞ்சியில என்டர்டெயின்மெண்ட். நீ போ. சரிங்க, நல்லா இருங்க. இங்க பைலி வட்டக்குழி இருக்கா சார்? பின்னாடி இருக்கு சார். ബേസിക്കലി ഡൗൺ. ഇതും കൂടി ശരിയാവുന്നില്ലല്ലോ. ഓപ്പോസിറ്റ് സൈഡ് കൊരങ്ങ. ഡ്യൂട്ട് സാർ ഒരു സംശയം. യെസ്. എന്തെങ്കിലും ഈ മുഖം കണ്ണാടി നോക്കിയിട്ടുണ്ടോ? എന്നെ കൊരങ്ങ. யார் இங்க பைலி வட்டக்குழி? നോ, ഡ്രാഗൺ പൈലി. അയ്യോ എന്താ സാറേ?
എന്തിനാണ് പോലീസ് വരുമെന്ന്? അതെ, നമ്മൾ ഈ ബാങ്ക് കൊള്ളയടിച്ച് കഴിയുമ്പോൾ ഇഷ്ടംപോലെ പൈസ ആവുമല്ലോ നമ്മുടെ. അപ്പൊ നമുക്ക് ബാങ്കോക്കിലേക്ക് പറക്കണ്ടേ? അതിന് പാസ്പോർട്ട് വേണ്ടേ? ലോക്കൽ അഡ്രസ് ഇവിടുത്തെ കൊടുത്തേ വെരിഫിക്കേഷന്. എന്നാ ഹൗസ് നമ്പറായിട്ട് നിനക്ക് ആ തുരങ്കം കൊടുത്തുവിടാ. അതങ്ങ് വിട്ടുപോയല്ലോ. എല്ലാം കഴിഞ്ഞിട്ടേ പറയാവൂ. अरे वो बुद्धू मलबारी लोग कॉल कर रहा है, देख लेगा. अरे क्लीटस भाई, फकरुद्दीन बोल रहा हूँ. हेलो भैया, कैसा है? मेरा पापा नडूंदली तड़प है. मेरे भाई कितनी बार बोला है मलबारी नहीं मालूम है. वो अबू को फोन दे दो. हाँ 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 हाँ, अबू 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 उधर से. अबू ओ इना बंगाली. ओ मटे हेलो കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറക്കലബു. अबू भाई, दवाई को कैसे भी 15,000 चाहिए. भाई फक्कू भाई 2 किलो केरला चिप्स चाहिए. अबे फक्कू तेरा बाप, फक्रू बोलना. अबू भाई और 4 किलो केरला चिप्स भी चाहिए. 4 किलो केरला चिप्स ओके. 2 किलो शर्करा वेराइटी अधिक देगा. 15,000 नहीं नहीं. अरे ये वो वाला चमूली है. हमारा फकीर सब आदमियों को ऐसा नहीं देता. ശരി, हमारा അത്യാവശ്യം है. പളനി ജാത്തെ ടൈം അങ്ങേ സ്റ്റോപ്പ്. ठीक है ठीक है ठीक है. അവിടെ മീറ്റിംഗ്. ठीक है ठीक है ഓക്കെ ठीक है. ओके ഓക്കെ ബൈ. ഓക്കെ ഷാജേട്ടാ, ഹിന്ദിയാണ് എനിക്ക് വേണ്ട. അതല്ല ഷാജേട്ടാ, രാജസ്ഥാനിൽ ഞങ്ങളൊരു വലിയ ഫക്കീർ മന്ത്രിച്ച് ഒറ്റമൂലി വരുന്നുണ്ട് ട്രെയിനിൽ. ഫക്കീറല്ലടാ, കർത്താവ് ഈശോമിച്ചായി വന്ന് മന്ത്രിച്ചാൽ എന്റെ നടുവേന പോവുകയല്ലടാ. ഇതെന്നെ എങ്ങോട്ട് ഷാജി പാപ്പൻ അങ്ങനെ പറയരുത്. ഇതുകൊണ്ട് മാറാത്ത വേദനയില്ലെന്നാ പറഞ്ഞത്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് രാജസ്ഥാനിൽ നിന്നൊരു ബംഗാളി പറഞ്ഞതാ. രാജസ്ഥാനിൽ നിന്ന് ബംഗാളിയോ? ആ എന്തെങ്കിലും ആട്ടെ, ഈ ഒടുക്കത്തെ നടുവേദന കൊണ്ട് എത്ര കാലം ജീവിക്കും? നടുവേദന അവിടെ നിൽക്കട്ടെ. ആ സർവത്ത് കാണാണ്ട് നാളെ നമ്മൾ ടൂർണമെന്റ് എങ്ങനെ പോകും? എടാ, അത് നമ്മൾ ഏതെങ്കിലും ഒരു ഊട് വഴി പിടിച്ചാൽ പോരെ? അയാളിപ്പോ നമ്മൾ വന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണോ? അത് അയക്ക് വേറെ പണിയില്ലേ? അല്ലേ ഷാജേട്ടാ? ശരിയല്ലേ? ഇനി ഉണ്ടെങ്കിലും അയാള് നമ്മളെ പിടിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കണ്ടോ? അങ്ങോട്ട് ഒതുക്കടാ. നീ വില കൂടിയ ഹെൽമെറ്റ് വയ്ക്കുമല്ലേ? ഓവർ സാർ. ധനയാ സാർ, മന്ത്രിയുടെ ജാഥ പോകുന്നവരെ ഒരു പൂച്ചക്കുട്ടിയെ പോലും കടത്തിവിടണ്ട. എല്ലാ വണ്ടിയും നടന്നേരെ. ഓക്കെ സാർ. വല്ല അപ്പാവികളായിരിക്കും. വിട്ടുകളേടോ. പോട്ടെ പോട്ടെ. ഒരു മിനിറ്റ് സാർ വിളിക്കുന്നു. ലങ്കാദഹനം ബാലെ കളറായിട്ടുണ്ടല്ലോ. നമ്മളാരാ? ഞാൻ രാമൻ. ഓ രാംജി. ഇത് എന്റെ അനിയൻ ലക്ഷ്മൺ. ഓ ലക്ഷ്മൺജി. കുറച്ച് ക്ഷീണോ. ചെന്നിട്ടുടനെ തട്ട കയറണം. അതാ ഈ വേഷത്തിലേ. ആഹാ, അനിയനൊന്ന് വരൂ. എന്ന് മുതലാടാ ലക്ഷ്മണൻ മുസ്ലിം ആയത്? രാമനാകുമ്പോ പിന്നെ തൊപ്പി വെച്ചാലും കുഴപ്പമില്ലല്ലോ. ഇറങ്ങി വാടാ. വരുവാ. ആണ്ടെ, രണ്ടുപേരും ഇതിലേ ചാടുന്നു. എന്റെ തല. കുറച്ചാൾക്കാരും കൂടി ഇറങ്ങാണ്ടേ. കുറച്ചാൾക്കാരും കൂടി ഇറങ്ങാനുണ്ടേ. കൊന്തയിട്ട ശ്രീരാമൻ അല്ലയോടാ? സാറേ, അത് പിന്നെ ഞങ്ങൾ ദൈവങ്ങൾക്ക് ജാതി മതമൊന്നുമില്ലല്ലോ. അതൊക്കെ മനുഷ്യന്മാർക്കല്ലയോ. മിണ്ടരുത്. കോടതി നിയമം ലംഘിച്ച് ജില്ല വിടാൻ ശ്രമിച്ചതിന് നീ കുറെ നാൾ അകത്ത് കിടക്കും. സാറേ, അതിന് ഞാൻ ജില്ല വിട്ടില്ലായിരുന്നല്ലോ. വിടണ്ടല്ലോ. ഗൂഢാലോചന നടത്തിയല്ലോ. അത് മതി. നമ്മൾ ആരാണാവോ? രാധ, സീത. സോറി സാർ. നല്ല ബെസ്റ്റ് ചേർച്ച. അപ്പൊ നമ്മളോ? പാഞ്ചാലിക്ക് എന്താണ് രാമായണത്തിൽ കാര്യം? ഒന്നുമില്ല സാറേ, ചുമ്മാ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കയറിയത്. വന്നതാ. 4 4 8 1 9 തലയുള്ള രാവണൻ. 10ാമത്തെ തല എന്തിടാ? എന്റെ കയ്യിലുണ്ട് സാറേ. കയ്യിലെന്താടാ വെച്ചേക്കുന്നത്? പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാറില്ല. തലയിടരുത്. ഇത് കാളിദാസൻ. അല്ല സാർ, ഹനുമാൻ. നിനക്ക് പ്രത്യേകിച്ച് ഒരു മേക്കപ്പിന്റെ ആവശ്യമില്ല. അത് വേസ്റ്റ് ആയി. ഇതെന്തോടാ, ക്രിസ്മസ് കേക്കോ? ഏയ് മുട്ടപ്പപ്സ്. അല്ല സാർ, ഇത് മറ്റേ മരുത്തോമല. ഇത്രയും വലുതോ? അല്ല, ഈ മഴയൊക്കെ ഇത് മണ്ണക്കിടിഞ്ഞ ഒരു മരുന്നിനുള്ള ഇല്ലല്ലോടാ. ഇതോ കിടപ്പ് കണ്ടറിഞ്ഞൂടാ സാറേ? യേശു ക്രിസ്തു. അല്ല സാർ, ഞാൻ ജമാലു. ജമാലുവോ? ജമാലു അല്ല, ജഡായു. കൊക്ക് പോലത്തെ ജഡായു.
അവന്റെ ഒരു ചിറക് എല്ലാത്തിനും ഞാൻ പറയും. ബാലയെ കളിച്ച് ഇത്രയും ബുദ്ധിയുള്ള ഷമീറിനെ പറ്റിക്കാൻ വന്നിരിക്കുന്നു. ബ്ലഡി ഫൂൾസ്. സാറേ ആകെ ഗതികേടില്ല സാറേ. ഇത് വലിക്കാൻ പോയില്ലേ വീടും ക്ലബ്ബൊക്കെ അങ്ങ് പോകും. അതാ പോട്ടടാ പോട്ട്. ഒരു SI എടുത്ത് വെള്ളത്തിൽ എറിഞ്ഞതും പോരാഞ്ഞിട്ട് പിന്നെയും പോലീസുകാരോട് ബഹുമാനക്കുറവ്. നിന്നെ ഒരു കാലത്തും ഞാൻ വെളിവിടത്തില്ല. എനിക്ക് പോയില്ലേ വേണ്ട, ഇവർക്ക് പോവാല്ലോ. എനിക്കെതിരല്ലയോ കേസ്? സാറേ അമ്മമാരെ പറഞ്ഞു വിട്ടേ. ഒന്നാം സെല്ലി സ്ഥലമല്ല, പിന്നെ വീട് പണി കിടക്കുന്നതുകൊണ്ട് ഞാനിപ്പോ അവിടെ കിടക്കുന്നത്. മുഖ്യ പ്രതി ഒഴിച്ച് ബാക്കിയെല്ലാം സ്ഥലം വിട്. നോക്കടാ. അത് അല്ല പാപ്പനില്ലാതെ എങ്ങനെ നിങ്ങൾ പൊക്കം ഞാൻ എത്തിക്കോളാം. അല്ല അത് ശരിയായല്ലോ. ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇതുപോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ചായക്കടകളിലും ചായ്പുകളിലുമാണ്. ഇവിടുത്തെ പ്രസംഗം അവസാനിക്കാറായി. ജാഥ ഉടൻ തുടരുന്നതാണ്. ബി റെഡി. റെഡി സാർ. സാറിന് മന്ത്രി PP ശശിനെ വലിയ പേടിയായി. കൊള്ളാം സാറിന്. ഓറാക്കണ്ട, ഞാൻ പറയാം. അങ്ങനെ ഈ ഹൈറേഞ്ചിൽ ഒരേ ഒരു സിംഹമേ ഉണ്ടാവും. ജനകീയനായ ഈ PP ശശി, വിപ്ലവ സിംഹം. PP ശശി, വിപ്ലവ സിംഹം. ഈ ഷമീറിനെ കണ്ട അയാൾ മുണ്ടും മുക്കി ഓടും. ചുമ്മാ പറയുവാ. സത്യം കേട്ടോ. തൊപ്പി വാങ്ങി മേശപ്പുറത്ത് പേപ്പർ വെയിറ്റായിട്ട് വെച്ചു. മര്യാദക്ക് പറഞ്ഞിട്ട് അയാൾ തന്നില്ല. എന്നിട്ട് ഞാൻ അയാളുടെ കുളിമുറി കയറി നെഞ്ചത്ത് തോക്ക് വെച്ച മനസ്സിലായടാ. സാർ ഇത്രയും ഭീകരനായ സാറ് പിന്നെ എന്നാത്തിനാ സാർ ഈ നിരപരാധിയെ എന്നെ പിടിച്ചു വെച്ചേക്കുന്നത്? ഞാൻ പിടിച്ചു വെക്കും. സ്റ്റേഷനിൽ കൊണ്ടുപോയി സർബത്ത് പിടിയും. എന്നിട്ട് അവിടെയുള്ള കള്ളക്കേസെല്ലാം നിന്റെ തലയിൽ കെട്ടിവെക്കും. നീ ആരാണ് ചോദിക്കാൻ? അയ്യോ കമ്മീഷണർ, എനിക്ക് സുഖമാണ് സാർ. തനിക്ക് മന്ത്രിയത്തിനെ തെറി വിളിക്കണമല്ലോ, അതും പബ്ലിക്കായിട്ട് എല്ലാരും കേൾക്കെ. അയ്യോ എപ്പോ? ആദ്യം താൻ പിടിച്ചു വെച്ചിരിക്കുന്ന നിരപരാധിയെ റിലീസ് ചെയ്യണോ, എന്നിട്ട് നേരെ ഓഫീസിലേക്ക് വാ. താൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. മിനിസ്റ്റർ ജാഥ ക്യാൻസൽ ചെയ്ത് ഒരാഴ്ചത്തെ ഒഴിച്ചിൽ പോയി. തനിക്ക് സസ്പെൻഷൻ ആണോ ഡിസ്മിസൽ ആണോ എന്ന് മിനിസ്റ്റർ ഒഴിച്ചിൽ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ബ്ലഡി ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്. സാർ അതെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. വേണ്ട സാർ, ഞാൻ ന്യായത്തിന്റെ കൂടെ നിന്നു. വേണ്ട പോടാ. സാറ് പറഞ്ഞു കേട്ടില്ല, ന്യായത്തിനോട് നിൽക്കണ്ട, പോടാ. ശരി സാർ, ഞാൻ അങ്ങ് പോവാന്നേ. സാർ എന്റെ ഗദ തരൂല. സാറിന് കളിക്കാൻ ഞാൻ വേറെ മേടിച്ചത്. ഇത് ഹനുമാന്റെ ആവും, പിണങ്ങും. അതാ സാറേ തരാൻ പറ സാറേ. ഇവിടെ താടാ സാറേ. പ്രിയമുള്ള നാട്ടുകാരെ, വടംവലി പ്രേമികളെ, മഹീന്ദ്ര ജീത്തോ മിനിവാൻ അവതരിപ്പിക്കുന്ന ബലാബലം 2016 അഖിലേന്ത്യാ വടംവലി മത്സരത്തിന് ഇവിടെ തിരിതെളിഞ്ഞിരിക്കുകയാണ്. മെയ്ക്കരുത്തിന്റെയും കൈക്കരുത്തിന്റെയും പ്രതീകമായ ഈ പോരാട്ട വീതിയിലേക്ക്, രക്തം ചീന്തി പടമൊരുതുന്ന ഈ പോരാട്ട മണ്ണിലേക്ക് ഏവരെയും സുസ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. സർബത്ത് വീട്ടിലെ പണി പാളൂലോ. പാപ്പനില്ലാണ്ട് വടം വലിക്കണ കാര്യം എനിക്ക് ആലോചിക്കാനേ മേല. പാപ്പനല്ലെങ്കിൽ എന്താ? ഈ അറക്കലബുവില്ലേ, ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. എക്സ്ക്യൂസ് മീ. യെസ്. അറക്കലബു സാറല്ലേ? അതെ, അറക്കലബു സാറാണ്. ഞാനാ കൈപ്പുഴ കുഞ്ഞപ്പൻ. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയറുത്തപ്പോ കട്ട ചോരയ മുഖത്ത് തെറിച്ചത്. നിന്നെ ഞാൻ തപ്പിയടക്കായിരുന്നു. നീ എപ്പോഴാണ് കുഞ്ഞപ്പന്റെ ഈ കൈയറുത്തത്? പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പൻ മാമ. ഇനി കൈപ്പഴ കുഞ്ഞപ്പന്റെ പേര് നീ എവിടെയെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ ചേട്ടൻ വീണ്ടും വരൂട്ടാ. മക്കളെ ജയിച്ചോളൂട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓടാ. അതെ, അബു സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അതെ. എടുത്താലും തൊടുത്താലും തീരാത്ത ആവനാഴിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി ചുവടുറച്ച കൂട്ടനാണ് കളമറിഞ്ഞ് കരുവറിഞ്ഞ് തലവനുണ്ടടാ. ഉശിരോടെ നെഞ്ചും വിരിയണിതാ, കരി വീട്ടി കയ്യും പിന്നണിതാ, ഇരു കണ്ണിൽ ചെന്നിയാണിതാ. കളിമൂക്കും
കൃഷ്ണടാ പാപ്പം വരില്ലേ? അയാള് വെറുതെ വിട്ടാ മതിയായിരുന്നു. 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് പോവും. ക്ലാസ് പോയത് വേറെ. എന്താടാ നിന്റെയൊക്കെ ഷാജിപ്പാപ്പനെന്ന് വന്നില്ലേ? പേടിച്ച് പണി നിർത്തി കാണും. എന്തിനാണ് മക്കളെ 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് കളയാൻ വേണ്ടി വന്നേക്കണത്? അവന്മാരോട് പോവാൻ പറ. തുടങ്ങാണല്ല ഇനിങ്ങള് മുട്ടയിടും. പൂരാ കൊടി കയറി മക്കളെ അങ്ങോട്ട് നോക്കണ. ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ, ചങ്ങാതിമാരുണർന്ന് തുഴതുഴഞ്ഞു പോണ നോക്കിയതേ. എന്നടാ എല്ലാത്തിലും ഒപ്പം കിട്ടായിരുന്നു. അതൊക്കെ ഇട്ട് എന്താണ് പാപ്പ കാലന്റെ വേഷത്തില്? നിന്റെ അപ്പനെ തിരക്കി ഇറങ്ങിയതാടാ. പാപ്പനെങ്ങനെ അവിടെ നിന്ന് ഷൂട്ട്? അതിപ്പോ തന്നെ പറയണോ? ഷാജിട്ടാ സർവത്തൂരം ചെയ്തിരുന്നു. ഒന്നും ഇല്ലടാ, ഈ ഉടുപ്പൊക്കെ മാറുന്ന സ്ഥലം. ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ, ചങ്ങാതിമാരുണർന്ന് തുഴതുഴഞ്ഞു പോണ നോക്കിയതേ. വേതാളം വന്നു വന്നു പേടിച്ചു പാഞ്ഞൊളിച്ചതാ, പാതാള വേലി ചാടി നാലുപാടുമെത്തിടുന്നീവൾ. കുട്ടിച്ചതന്മാരാണെല്ലാം കൂട്ടിൽ പൂട്ടാൻ നോക്കണ്ട, വാളും മേലും വീശിക്കൊണ്ടേ ചോരച്ചാലിൽ നീന്തുന്നു. കേട്ടാലോ കിടുകിടുങ്ങള, കണ്ടാലോ നടുനടുങ്ങള, കൊണ്ടാലോ കറുകറുങ്ങള കയ്യാങ്കളിയാ. ആരോടും കിടവിടക്കണ ആവേശം തുടിതുടിക്കണ, ആഘോഷം പൊടിപൊടിക്കണ വേളം കൊണ്ടേ. പണമെടുത്ത് സടകുടഞ്ഞ് നിരനിരന്ന് നിൽക്കണുണ്ട്, എതിരെ ഒന്ന് മുരുതിടാണി ഉലകിലാരണ. അടവെടുത്ത് പട നയിച്ച ചുവടുറച്ച കൂട്ടരാണ്, കളമറിഞ്ഞ് കരുവറിഞ്ഞ് തലവനുണ്ടടാ. ഉശിരോടെ നെഞ്ചും വിരിയണിതാ, കരി വീട്ടി കയ്യും പിന്നണിതാ, ഇരു കണ്ണിൽ ചെന്നിയാളണിതാ. കളി നോക്കും നേരം തീ കളിയാ, പിടിവിട്ടേ പായും ചാടുളിയാ, ഇടയുമ്പോൾ കൊമ്പൻ തന്നെയടാ. ആടട ആട്ടം നീ പാടട പാട്ടും നീ ആടട ആട്ടം നീ പാടട പാട്ട്. ആടട ആട്ടം നീ പാടട പാട്ടും നീ ആടട ആട്ടം നീ പാടട പാട്ട്. ആടട ആട്ടം നീ പാടട പാട്ടും നീ ആടട ആട്ടം നീ പാടട പാട്ട്. ആടട ആട്ടം നീ പാടട പാട്ടും പരാജയപ്പെടാൻ മനസ്സില്ലാത്ത 14 അധികായന്മാർ കൊമ്പുകോർക്കുന്ന ഇന്നിന്റെ ഈ പടക്കളത്തിൽ ഇതാ 7 വെള്ളിക്കുട്ടിയുടെ പടനായകന്മാരെ മലത്തിയടിച്ചുകൊണ്ട് വിനേഷ് പോത്തുമുക്ക് വിജയ കിരീടം അണിഞ്ഞിരിക്കുന്നു. രണ്ടാം സമ്മാനം ടീം 7 വെള്ളിക്കുട്ടിക്ക് നൽകുന്നു ടൊളിൻ സ്റ്റൈൽസ് ജനറൽ മാനേജർ ശ്രീ എബ്രഹാം കുരുവിള. ഇതാ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് 51 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, ഷാജി പാപ്പൻ നേതൃത്വം നൽകുന്ന വിനേഷ് പോത്തുമുക്ക്. നമുക്ക് കിട്ടുന്ന കപ്പായിരുന്നു. ആ കപ്പ് നമുക്കുള്ള തന്നെയാണോ? കുഞ്ഞാ നീയേ അതിന് ഒരുപാട് തൊട്ടുരുമയിന്ന് ഇരിക്കണ്ട കേട്ടോ, നാളെ വിൽക്കാനുള്ളതാ. അത് വിറ്റോണ്ട് നമുക്ക് ആധാരം തിരിച്ചെടുക്കണം. പിന്നെ ഉതുപ്പ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ക്ലബിന്റെ പണി തുടങ്ങണം. അതെ ചവിട്ട്. അതിന്റെ ഒരു കുറവ് നിനക്കുണ്ട്. എടാ ഭക്ഷണം കഴിയുമ്പോഴത്തേക്കും കപ്പ് ഇവിടെ പണയം വയ്ക്കേണ്ട ഗതികേട് വരരുത് കേട്ടോ. ഇറങ്ങല്ല. സ്വർണ്ണ വില ഇടിയുന്നു. ദൈവമേ, കഷ്ടപ്പെട്ട് കുറച്ച് സ്വർണം കിട്ടിയപ്പോൾ പണി പാലും വെള്ളത്തി. ഇത് ചേട്ടൻ്റെ കൂടെ പഠിച്ചാന്നോ? അല്ല. ചേട്ടാ ഈ സീൻ ഒന്നിട്ട് ഇറക്കാക്കി തരുമോ? കടുപ്പം കൂട്ടി തരുമെന്നു. ആ കടുപ്പൊന്ന് കൂട്ടിക്കൂടെ? കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതെങ്കിലും ഉണ്ടോ അവിടെ? ഷാജേട്ടൻ അങ്ങോട്ട് പോയി. പഴംപൊരി കഴിച്ചില്ലായിരുന്നല്ലോ. തിരിയന്നൂറ് ചാള 80 കൊഴുവ 120. തിരിയന്നൂറ് ചാള 80 കൊഴുവ 120. തിരിയന്നൂറ് ചാള 80 കൊഴുവ 120. എന്തെടുക്കണ്ടേ ഏട്ടാ? തിരിയാൻ എടുക്കട്ടെ. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി.
സുഖമാണോടി നിനക്ക്? ഈ പിള്ളേരൊക്കെ ഏതാ? വടക്ക് രണ്ടും എൻ്റെ, തെക്ക് രണ്ടും പൊന്നപ്പൻ്റെ. അവനെന്തി? എൻ്റെ നടുവൊന്ന് വെട്ടിയായിരുന്നു. പൊന്നപ്പൻ എന്നെ ഇട്ടിട്ട് പോയി. അത് നന്നായി. നേരി കർത്താവിൻ്റെ അമ്മയുടെ പേരുമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് യൂദാസിൻ്റെ അമ്മയുടെ പണിയാണ് നീ എന്നോട് കാണിച്ചത്. എന്നായാലും ഇങ്ങനെ നല്ലൊരു നിലയിലായാലും എനിക്ക് സന്തോഷമുണ്ട്. ഹരി, ഷാജിയേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ? പോരുന്നോ എൻ്റെ കൂടെ? അടുത്ത ജംഗ്ഷന് വിടാം, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കച്ചവടം കിട്ടും. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, ഇത് തന്നെയാ കറക്റ്റ് സ്ഥലം. ഓ വയറ് ഇറങ്ങടാ പോയി. ഷാജിയേട്ടാ, അവനെ തീർത്ത് കളയേണ്ട നേരം. ഓ വിടറാ പോയി, അവനേതോ വേട്ടാവളിയാണ്. വണ്ടി കയറാം മക്കളെ. അത് ഞാൻ പിടിച്ചോളാം. പന്നിമറ്റത്ത് വർക്കിപ്പാപ്പന്റെ ഭാര്യ എല്ലാം ഇങ്ങടെ ഇറങ്ങി വാടി. നാട്ടുകാർക്ക് വരാ കേട്ടോ. എന്നതാടാ കിടന്ന് വിളിച്ചു പോകുന്നത്? ഊകന്തല്ലേ? അന്ന് നല്ലൊരു കാര്യത്തിന് ഞാൻ ആധാരം മടയാൻ വെക്കാൻ ചോദിച്ചപ്പോ നിങ്ങൾ എന്നതാ പറഞ്ഞ? തരാൻ പറ്റുകയില്ലെന്ന്. പിന്നെ എന്റെ നെഞ്ചത്തൊരു ചവിട്ടും ഇല്ലയോ? അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തെന്നറിയാം. എന്നാ ചെയ്ത്? എടാ മക്കളെ പറഞ്ഞു വിടറാ. ഷാജിയുടെ അമ്മച്ചിയുടെ ആധാരം മോഷ്ടിച്ചായിരുന്നു. എന്നതാ? ഞാൻ അമ്മച്ചിയുടെ ആധാരം മോഷ്ടിച്ചായിരുന്നു. അന്ന് നിങ്ങൾ എന്നതല്ലേ പറഞ്ഞ്? ഞാനൊരു പടുവാഴാന്നല്ലയോ? ഈ പടുവാഴ എന്നെ കൊണ്ടുവന്നേക്കെന്നറിയാമോ? 50 പവന്റെ സ്വർണ്ണ കപ്പ. 50 പവന്റെ കപ്പയാ? 50 പവന്റെ കപ്പയല്ല, 50 പവന്റെ സ്വർണ്ണ കപ്പ്. എടാ ക്ലീനസേ, അത് കാണിച്ചു വിടറാ. തള്ളട്ടെ. ആദ്യമായിട്ട് സ്വർണ്ണ കപ്പ് കാണുന്നത് തന്നെയാ. മുടി വെച്ചോ? പോയി കപ്പ എവിടെ? കപ്പ എവിടെ? എന്റെ ഭാര്യ ഇട്ടിട്ട് പോയിട്ട് എത്ര വർഷമായടാ? 2 വർഷം. അവിടെ പോയി എന്റെ അമ്മച്ചീനെ ഐസിയിലേക്ക് കൊണ്ടുവന്നേക്കുവാ, അല്ലാതെ ആദ്യ കുർബാനയ്ക്ക് കൊണ്ടുവന്നേക്കും അല്ല. ഈ പടം വരച്ചതാരാന്നറിയത്തില്ലല്ലോ. ആരായിരിക്കും? ക്ലീറ്റസ് കുഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കടാ മോനെ. നീ അത് ആർക്കടാ ഓർമ്മയില്ലാതെ എടുത്തു കൊടുത്തത്? ഞാൻ എന്നാ പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞാൻ ആ വണ്ടിയിൽ ഉണ്ടായല്ലോ പാപ്പ. അല്ലാതെ സത്യം പറ ക്ലീറ്റസേ, നീ അത് എവിടെ കൊണ്ടുപോയി വിറ്റു? നമ്മൾ ഇടിക്കാൻ വേണ്ടി വന്ന വണ്ടിക്കാരൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോടാ? ഏതാ വണ്ടിക്കാരൻ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, മറിയാമ്മയുടെ ആരാ ഉള്ളേ? ഞാൻ എന്നാ കാണണമെന്നുള്ളവർ വന്ന് കണ്ടോളൂ കേട്ടോ. ഞാൻ എങ്ങനെയാണോ ആ തള്ളനെ പോയി കാണുന്നത്? പാപ്പ, അമ്മച്ചിക്ക് അത്ര ആസ്വദിച്ചിട്ടെന്ന് വിചാരിച്ചാൽ മതി. ചെല്ല് പാപ്പ ചെന്ന് കാണും. അമ്മച്ചിയുടെ ആത്മാവ് എന്നും ഷാജിയേട്ടൻ്റെ ഒപ്പം ഉണ്ടാവും. ഷാജിയേട്ടനൊന്നും അറിയണ്ട, പന്തലൊക്കെ ഞാൻ അറിയിച്ചു തന്നോളാം. നിങ്ങൾക്കൊക്കെ എത്ര ചായ ഇട്ട് തന്നിട്ടാടാ? പോയില്ലോടി. നിനക്ക് വിഷമമില്ലേ? കരയാന്നേ. അതല്ലടാ പന്തലിന്റെ കാശ്. ദൈവമേ. എടാ റീത്ത് വേണ്ട, അത് ഔട്ട് ഓഫ് ഫാഷനാ. വേറെന്താ? ഓക്കെ, ഒരു ആംബുലൻസ് പറയണം, വിളിച്ചു പറഞ്ഞു. പിന്നെ സച്ചിനൊന്ന് വിവരം അറിയിക്കണം, അത് മതി.
ഞങ്ങൾ തമ്മിൽ പിണങ്ങുമായിരുന്നെങ്കിലും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പോകാൻ നേരത്ത് എല്ലാം പറഞ്ഞായിരുന്നോ? എങ്ങോട്ട് പോവാൻ? ബോധം വീണപ്പോഴേക്കും ഏതോ അലവലാതി ഷാജിയെ കാണണ്ടാന്ന് പറഞ്ഞ് പിണങ്ങി കിടക്കുക. പക്ഷേ ഞങ്ങൾക്ക് അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിണങ്ങി കിടക്കുന്നു? എടി ചത്തില്ലായിരുന്നു നീ? കോപ്പ്. അത് ശരി, ചത്തില്ലായിരുന്നോ? അമ്മച്ചിന്ന് പറയുന്നു പാപ്പ. വല്ല അന്ത്യാഭിലാഷം വല്ല ഒന്നുകൂടി എന്നാ അമ്മച്ചി? അത് ശരി, ഇത് തെറി പറയാതിരിക്കാൻ അമ്മച്ചേക്കുമായിരുന്നു. ഷാജേട്ടാ, അതെ എന്നാടാവേ? അമ്മച്ചിയുടെ ബോഡി കൊണ്ടുപോകാനായിട്ട് AC ആംബുലൻസ് തന്നെ വന്നിട്ടുണ്ട്. ബോഡി എടുത്താലോ? നീ തന്നെ എടുത്തോ. ഷാജേട്ടൻ പുറകെ പിടിച്ചാൽ മതി. ഞാൻ പിടിക്കാം. അവന്റെ ബോഡി ഇപ്പം എടുക്കും. ചിക്കൻ വറുത്തരച്ചത് ഒറ്റ ദിവസം കൊണ്ട് 15,500 രൂപ. ക്യാൻറ്റീനാ കൂടുതൽ. ഇതിപ്പോ കപ്പും പോയി വീടും പോയി തള്ളയും പോകുന്നാ തോന്നുന്നത്. എടാ, ആധാരം തിരിച്ചു കൊടുക്കാതെ ഐസിന്ന് ഇറങ്ങാല്ലെന്നാ തള്ള പറയുന്നത്. തല തണുപ്പാന്ന്. ആഹാ, അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. ഐസിന്റെ തൊട്ടിപ്പുറത്താണല്ലോ മോർച്ചറി. നമുക്ക് അമ്മച്ചിനെ അവിടെ കിടത്താം. അവിടെ മുതൽ തണുപ്പുണ്ട്, കാശും കുറവാണ്. ഷാജിയേട്ടാ, രാജസ്ഥാനിൽ തോർത്ത് ഒറ്റ വന്നിട്ട് ചവിട്ടിയാ പോരായിരുന്നോ? ചേട്ടന്റെ ഡൗട്ട് ശരിയായിരുന്നു. അവന്മാരെ കിട്ടി. അണലി സാബുന്ന് അവന്റെ പേര്. ബോംബ് പൊടി ചത്തുപ്പോ ഏതൊരു ചെറുത്താൻ ലാസർ. അവൻ അനീന. എനിക്ക് ഉറപ്പാണ് ഷാജേട്ട അവൻ തന്നെ നമ്മുടെ കപ്പടിച്ച് മാറ്റിയത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചില്ലറക്കാരിലോട്ടോ അവന്മാര് ഷാജേട്ടാ. അവന്മാർ റബ്ബർ ഫാക്ടറിയുടെ മറവിൽ പെരുമ്പാവൂർ ബോർഡറല്ലേ അനധികൃത ഡാൻസ് ബാർ നടത്തണവന്മാരാ. നമ്മൾ വിചാരിച്ചാൽ കൂട്ടിയെ കൂടിയല്ല. എന്നാ പിന്നെ ഇറങ്ങും ഷാജേട്ടാ. സാധനം കടറാ. ഇന്നത്തോടെ അവന്മാരുടെ അവസാനമാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടടാ, ചങ്ങാതി നീയാണിൽ കല്യാണവും വേണ്ടടാ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടടാ, ചങ്ങാതി നീയാണിൽ കല്യാണം വേണ്ടടാ. കണ്ണ് കരള് കലമാൻ മിഴിയേ, വെറുതെ വന്നരികിൽ നിന്നിനിയും കൊഞ്ചാതെ മതിയാവോളം പറയാനില്ലേ പതിയെ പതിയെ പലതും. जानी बदन मेरा मारे है करंट बड़ा, आजा तू पास जरा आजा. जिसकी तेरी जैसे बिजली की वायर जैसे दिल की ये फायर को बुझा जा. കണ്ണാലെ നോക്കിടാതെ ഇങ്ങനെ എന്നെ നെഞ്ചിൽ ഇടിമിന്നൽ കൊടിമിന്നി കേറണ പോലെ. जानी बदन मेरा मारे है करंट बड़ा, आजा तू पास जरा आजा. മാനോ തെന്നി തെന്നി നീന്തണ മീനോ എന്നെ അങ്ങ് കട്ടെടുക്കാൻ വട്ടമിടും ചെമ്പരും തോന്നി. തുള്ളി തുള്ളി ചാട്ടണ മാനോ തെന്നി തെന്നി നീന്തണ മീനോ എന്നെ അങ്ങ് കട്ടെടുക്കാൻ വട്ടമിടും ചെമ്പരും തോന്നി. വിരലൊന്ന് തൊട്ടെന്നാൽ നാടേക്കും പോവു ഞാൻ, വിരലൊന്ന് തൊട്ടെന്നാൽ നാടേക്കും പോവു ഞാൻ. കുളിരേറും രാവിൽ പൂങ്കനവേതോ
सारी लूट लुरा तुको तेरे राजा मीठी जवानी ऐसी तीखी कटारी जैसी अब तो रहा ना जाए राजा കണ്ടാലെ നോക്കിടാതെ ഇങ്ങനെ എന്നെ നെഞ്ചിൽ ഇടിമിന്നൽ കൊടിമിന്നി കേറണ പോലെ जाने बदन मेरा मारे है करंट बड़ा आजा तू पास जरा आजा मेरा बुरा हाल है तेरे दिलदार रे मेरा बुरा हाल है कन्हैया ഷാജി പാപ്പനാ അങ്ങ് ഹൈ റേഞ്ചിൽ നീ കൊണ്ടുപോയി ഞങ്ങളുടെ കപ്പില്ലയോ? അത് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തന്നെ വന്നതാ. ആ അത് ശരിയാ, നീ ഇവിടുന്ന് കൊണ്ടേ പോവും. ഇതേ എന്റെ ചേട്ടൻ ചെകുത്താൻ ലാസറിന്റെ സ്ഥലവാ. എടാ കുഞ്ഞെ അണലി സാബുവേ, ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താൻ ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോവത്തുള്ളൂ. അന്ന് നീ കൊണ്ടുപോടാ. നടുവീട്ടിയില്ല ഭാഗ്യം. ഹാജി മസ്താൻ സലാം വയ്ക്കും വീരൻ പാപ്പൻ ഷാജി പാപ്പൻ നാറ്റം ബോംബും ചീറിപ്പോകും ഐറ്റം തന്നെ ഷാജി പാപ്പൻ. ഇവന്മാരെന്താ നീന്താൻ പോണോ? എവിടെ നീങ്ങേണ്ട ശബ്ദം? തിരിഞ്ഞു തിരിഞ്ഞു അതെ. മോങ്ങ ടൂൾസ് എടുക്കടാ. തള്ളിക്കൊല്ലടാ പോർക്കുകളെ. ചെറുപടയുടെ പലവിധ സകലടിച്ചൊരു മുഖിലപാടി അകലെ മുകളിൽ മങ്കിടങ്ങ് കുഴവയായി കുഴലുമായി കൊടുമുടി തൊടുക്കരളുറപ്പിൽ ഇവരുടെ ഉശിരും ഇരു കരതലങ്ങളിൽ വീഴും വെറുമൊരു ചെറു കണ്ടുകുതിര പണികണക്കിന് മിന്നൽ ചെല്ലാൻ മിന്നൽ ചെല്ലാൻ വീരം നെഞ്ചിൽ ഇവിടെ പുതു വഴി തിരയവേ. ക്ഷമിക്കണം ചേച്ചി, ഒരാളെ കുറച്ച് പശക്കാം. എന്തിനാ ഇപ്പൊ ഇത്? ഞാൻ ഡീസന്റാ. ഇത് ഷാജി പാപ്പൻ കുത്തുന്ന കൊടിയാ. ഇനി ഇവിടെ ഒരു ഡാൻസ് ബാറും വേണ്ട, ഒരു മൈലാഞ്ചി കച്ചവടം വേണ്ട. വാടാ പാപ്പ, ഞാൻ ഇപ്പൊ വരാം. വിനീത് എങ്ങോട്ട് പോണേ? വാ പാപ്പാ, ഞാൻ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് നമ്മളത് എല്ലാവരും അറിയട്ടെ. അത് നന്നായി. ഇവരുടെ ഉശിരും ഇരു കരതലങ്ങളിൽ വീഴും വെറുമൊരു ചെറു കണ്ടുകുതിര പണികണക്കിന് മിന്നൽ ചെല്ലാൻ മിന്നൽ ചെല്ലാൻ വീരം നെഞ്ചിൽ ഇവിടെ പുതു വഴി തിരയവേ.
ഇവരൊക്കെ ആരാ സാറേ? ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പുറത്തിരിക്കുന്നവൻ ബാറ്ററി സൈമൻ, ചാരായവാറ്റായിരുന്നു. അപ്പുറത്തിരിക്കുന്നവൻ കഞ്ചാവ് സോമൻ. രണ്ടിൻ്റെ കച്ചവടം പൂട്ടിയപ്പോൾ ഇപ്പൊ സാത്താന്റെ കിങ്കരന്മാരായിട്ട് നടക്കുക. ഇന്നിവിടെ സാത്താന്റെ വലിയൊരു ഡീല് നടക്കുക. അപ്പുറത്തിരിക്കുന്നത് ഏതോ ദുബായ് അതോ ലോകവ. അവരുടെ ഡീൽ എടുക്കുന്ന സമയത്ത് നമ്മളെന്തിനാ സാർ ഉറക്കൊഴിഞ്ഞൂടെ ഇരിക്കണം? എടാ മണ്ട, ഒരു അധോലോക ഡീൽ എങ്ങനെ തൊണ്ടിയോടെ പിടിക്കണമെന്ന് ഇന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. ഗോവിന്ദ സാർ, നീ ശ്രദ്ധിച്ചോ? ഓക്കെ സാർ. യെസ്, ബ്ലൂ കാപ്പങ്കിൾ ഒറിജിനൽ അല്ല, കൊള്ളാം. സാത്താൻ സെവറല്ലെങ്കിലും ഒറിജിനൽ ഡീൽ ചെയ്യാറുള്ളൂ അല്ലേടാ? നിങ്ങൾ പറഞ്ഞ മുഴുവൻ ക്യാഷുമുണ്ട്. സാറേ, ഡെയിലി ക്ലോസ് ആവാറെ ചാടി പിടിച്ചാലോ? പാടില്ല. പാമ്പിനെ പിടിക്കുമ്പോ പത്തിക്ക് തന്നെ അടിക്കണം. അവൻ വരട്ടെ. സാത്താൻ സേവിയർ. ഞാൻ അവനെ ചാടി പിടിക്കുമ്പോ നീ ഫോട്ടോ എടുത്തോണം. അതിനാണ് ക്യാമറ. അപ്പൊ ശരി. വെയിറ്റ് എ സെക്കൻഡ്, ഐ ആം ഹാവിംഗ് സെക്കൻഡ് തോട്ട്സ്. ആരാ? നിങ്ങളുടെ ഈ ഡീൽ കഴിഞ്ഞ് അവസാനിക്കുമ്പോഴേക്കും ഞങ്ങൾ അങ്ങ് ദുബായിലെത്തും. പിന്നെ ഞങ്ങളെ മഷീട്ട കിട്ടില്ല. മനസ്സിലായില്ല. സിമ്പിൾ. നിങ്ങളെ പോലുള്ള 2 കൺട്രി മണ്ടന്മാരെ ഈ ഡീലിന് വിട്ട സേവിയറാണ് മണ്ടൻ. ഇപ്പൊ പോയാ ജീവനെങ്കിലും ബാക്കിയുണ്ടാവും. ക്യാഷിന്റെയോ ഡയമണ്ടിന്റെയോ കാര്യം മിണ്ടരുത്. മക്കള് വേഗം സ്ഥലം വിട്. വേണ്ട സാറേ, ചതി സാത്താൻ സേവർ ഒരിക്കലും ക്ഷമിക്കുകയില്ല. സാത്താൻ സേവനെ ചതിച്ചിട്ട് നിങ്ങൾ ഹൈ റേഞ്ച് ഇറങ്ങത്തില്ല കേട്ടോ. ഓഹോ, എന്നാ വിളിക്കണം നിങ്ങളുടെ സാത്താൻ സേവിയറിനെ. സാർ ഫുഡ്. ഞങ്ങളതിന് ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. സ്റ്റുപ്പിഡ്. ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹോട്ടലാണോ? വാട്ട് ഈസ് ദിസ്? ഇത് സാത്താൻ സേവിയർ നിങ്ങൾക്കായിട്ട് ഓർഡർ ചെയ്തതാണ്. പ്ലീസ് എൻജോയ് ഇറ്റ്. വേണ്ട സാറേ, ഫുഡ് കൊണ്ടുവന്നു. ഒരു 2 പൊറോട്ട നമ്മളും കൂടെ പറയാറുന്നല്ലേ. ചിക്കൻ ഫ്രൈ ആയിരിക്കും. വാട്ട് ഡിഡ് യു ഗൈസ് തിങ്ക്? നൈസായിട്ട് സേവിയറിനെ പറ്റിച്ച് കാശും മാണിക്കുമായി ഈ നാട്ടിൽ നിന്ന് മുങ്ങാമെന്നോ? യു ആർ ടെറബിളി മിസ്റ്റേക്കൻ. ചതി സാത്താൻ സേവിയർ പൊറുക്കില്ല. ഈ കോൾ കട്ടാകുന്നോടെ ആ ബോംബ് പൊട്ടും. എന്റെ 2 ശിങ്കിടികൾ നിങ്ങളുടെ കൂടെ പൊട്ടിച്ചിതറുമായിരിക്കും. ബട്ട് ഐ ഡോണ്ട് കെയർ. സോ വാട്ട് ഡു യു തിങ്ക്? പൊട്ടിച്ചിതറണോ വേണ്ടയോ? സ്റ്റെപ്പ് ബാക്ക്. അയ്യോ സാറേ, ബോംബ്. നിനക്ക് പേടിയുണ്ടോ? അതേ ഉള്ളു സാർ. എന്നാ നൈസായിട്ട് കണ്ട വഴി വിട്ടോ. അപ്പൊ സാറ് എന്നെ നോക്കണ്ട, ഇവനെ കൂട്ടിക്കോ. അവ എപ്പോഴേ പോയി. The countdown begins. 10, 9, ഇതിപ്പോ പൊട്ടോട്ടോ, ഇയാൾക്ക് എന്നെ അറിയാൻ പാടില്ല. 7, 6, 5, 4, 3. Good boy. അവിടേക്ക് ഇപ്പൊ വരാ. ഇത് എന്തിനാണെന്നറിയാമോ? ഞങ്ങളെ കൂടി ബോംബ് പൊടിച്ച് കൊല്ലാൻ നോക്കിയാനി. ഓട്ടോട്ടുണ്ട് ഇറങ്ങിയേക്കണം. നീയൊക്കെ സാത്താൻ സേവന്റെ അടുത്ത് കളിക്കുന്നത്? Highly danger, underworld, American, high voltage, criminal ball. Satan savior, Satan savior, Satan savior. Satan savior, Satan savior, Satan savior. High range and highly danger, underworld, American, high voltage, criminal ball. The burning fire. The burning fire, the burning fire, the burning fire. ഒരാളുടെ ബോംബെന്ന് വന്നപ്പോ തന്നെ ഏടിച്ചു മുള്ളിക്കൊണ്ടുള്ള കാശ് എടുത്തു തന്നു. മൂത്രം ഒഴിച്ചാ? അത് ഞാൻ കണ്ടില്ലട്ടാ. പഞ്ചിനി പറഞ്ഞ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. പാടത്ത് ജോലി, വരമ്പത്ത് കൂലി. അതാ സാത്താൻ്റെ ഒരു ലൈൻ. സൂക്ഷിച്ച് ചെലവാക്കണം. കുറച്ച് ബാങ്കിലോട്ടോ. എന്നാ വിട്ടോ. 1000 രൂപ. എന്ത് നല്ല മനുഷ്യനല്ലേ. എന്നാ നീ പോയി അവന്റെ അപ്പ സാഹിബിന്റെ കല്ലറ കൊണ്ട് മെഴുകിരി കത്തി. അയ്യോ, 1000 2000 എന്നെ GST പിടിക്കോ? ബോയ്സ്, ഗ്യാസ് കട്ടർ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം. യെസ് സർ. തുറന്ന റൂമിൽ കയറിയാൽ ഉടനെ ലോക്കർ കട്ട് ചെയ്തിരിക്കണം. രാത്രിക്ക് രാത്രി ഈ ഹോട്ടലും കത്തിച്ച് തമിഴിന്റെ തലമണ്ടെ തല്ലിപ്പൊളിച്ച് കാശുമായി നമുക്ക് രാജ്യം വിടണം. ലോക്കറിൽ നിന്ന് പണം എടുക്കാൻ യൂത്ത് സാർ വരുന്നില്ലേ? നോ, എനിക്ക്
എനിക്ക് നാളെ മുട്രോസിനുള്ള സവാളരിയുണ്ട്. യു കോണ്ടാക്ട് മീ ഓൺ വയർലെസ്. ഓക്കേ, 1 സെക്കൻഡ്. 6 മാസത്തെ പ്ലാനിങ് ആണ്, കൊളമാക്കരുത്. കമാ. ചാനൽ 3333 333. എടാ 333. ഹലോ ഹലോ ഹലോ. യെസ്, ഞാൻ കൃത്യമായിട്ടെത്തി. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. ഞാൻ പണി തുടങ്ങാൻ പോവാ. യെസ്, യൂസ് ദ ഗ്യാസ് കട്ടർ. ഓക്കേ, ടോപ്പ് ടു ബോട്ടം. ഓഫ് കോഴ്സ്. Money, 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 money. ഡ്യൂട്ട് സാറേ, ലോക്കർ പൊളിച്ചല്ലോ. ആ നമ്മുടെ ഭാഗ്യമാണെന്നാ തോന്നുന്നേ. എല്ലാം 1500 നോട്ടേറ്റുകളാ. 100ന്റെ 50ന്റെ ഒന്നുമില്ല, ഒരു കെട്ട് പോലും ഇല്ല. ഗ്രേറ്റ് ജോബ് മിസ്റ്റർ ഡ്രാഗൺ ബോയ്, ഗ്രേറ്റ് ജോബ്. യു ആർ മൈ മാൻ. നിന്നെ സവാള അരിയാണ് പോലെ അരിയുടെ അമ്മായിൽ വാഹന കാശ് പണം ദുട്ട് മണി മണി. ഇവളോ പണത്തെ വെച്ചില്ല, എന്നാ പണ്ട പറഞ്ഞേ തരില്ല. आज मध्य रात्रि यानी 8 नवंबर 2016 की रात्रि को 12 बजे से 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. ഡ്രാഗൻ, ഒന്നും എടുക്കണ്ട, വേഗം തിരിച്ചു വാ. ഡ്യൂഡ്, ഇതൊന്നും നോക്കണ്ട, അടിച്ചോ. ഓക്കെ ബോസ്. അങ്ങനെയാണോ സത്തോ? ഒന്നുമില്ല, അപ്പടിയ മാവ് കിട്ട പേശി പേശി അടിച്ചിട്ട്. ഷാജിയേട്ടാ, നാളെ എന്തായാലും ക്ലീറ്റസിനെ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. വേണ്ടിവരും. കേട്ടോ, സ്ഥലമെത്തി. നിങ്ങൾ വണ്ടി കൊണ്ട് വെക്കോ, നാളെ കൊണ്ടുവന്നാൽ മതി. അതെ, വിദ്യാലയ വണ്ടി കയറിയില്ലേ? എന്നാണത്? ഇല്ലേ, പള്ളിപ്പെരുന്നാൾ വീട്ടിലേക്ക് പറ്റിയോ? പാപ്പ അതന്നെ പാപ്പ, ഇതേത് എന്നും കത്തുവാണല്ലോ. അവനല്ലേ? പാപ്പന്റെ വീട്ടില് ദീപാവലിയാണല്ലോ. നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലടാ.
ഇന്ന് നിന്നെയൊക്കെ വെട്ടിയരിഞ്ഞ് ഞാൻ എന്റെ വാഴയ്ക്ക് വളവിടും. പൊട്ടിക്ക് പാപ്പ. ഇങ്ങോട്ട് കേറി വാടാ. വരുവാടാ. അടിയോടെ പോയേക്കട എല്ലാവർക്കും കൂടെ. തോട്ട പൊട്ടിച്ചത്ത പാപ്പന് വെറും ആനമയിൽ ഒട്ടകവാടാ. ഇതെന്താടാ കൊടിമര? അറിയില്ല. എന്നത് തെങ്ങ് നടന്നു വരുന്നു. ലാസർ, ചെകുത്താൻ ലാസർ. ഈ തോട്ട പൊട്ടിയ ലാസറിനും ഒരേ ആനമയിലൊട്ടകവ. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. ലാസർ, ചെകുത്താൻ ലാസർ. ഈ തോട്ട പൊട്ടിയ ലാസറിനും ഒരേ ആനമയിലൊട്ടകവ. തോട്ടല്ലോ ചേട്ടായി ബോംബ് പൊട്ടി ചത്തായിരുന്നായിരുന്നല്ലോ കരക്കമ്പി. അവനൊന്നും പറയാൻ പാടില്ല. ഇവിടെ ബോംബ് പൊട്ടിയിട്ട് ഞാൻ ചത്തില്ല. പിന്നെയാ അവന്റെ ഒരു പൂത്തിരി. പടവാളിയ ഇടപെടാതിരുന്നാലോ? കൊടി കുത്തിയപ്പം അഡ്രസ്സും കൂടി എഴുതി വെച്ചത് ഏതായാലും നന്നായി. കൃത്യമായിട്ട് എത്താൻ പറ്റും. നീ എന്റെ കെട്ടിടം നശിപ്പിച്ചതും നാട്ടുകാര് കയറി കുറെ മുതല് വാരിയതും പിന്നെ കുറെ ചരക്ക് കത്തിയതും എല്ലാം കൂടി ചേർത്ത് എഴുതിയിട്ടുണ്ട്. 27 ലക്ഷം രൂപ. 2 ദിവസത്തിനകം എനിക്ക് ഈ കാശ് തീർത്ത് കിട്ടണം. അതും നീ കാശുമായി അങ്ങോട്ട് വരണം. ഈ സാബു ഒരു 3-ാം കട ഡാൻസ് പാടുന്ന നടത്തിപ്പാരനെന്ന് വിചാരിച്ചോടെ പോർക്കെ. നിങ്ങളൊക്കെ അപ്പോൾ വന്നായിരുന്നടാ. അടുക്കളയിൽ ചായ ഇരിപ്പുണ്ട്. എവിടെ എല്ലാവർക്കും ചായ എടുത്ത് കൊടുറി. ഷാജിയേട്ടൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമല്ല. അവന്മാര് ചവിട്ടിക്കൊട്ടി ബോധം കിടത്തി ഇപ്പൊ ആശുപത്രിയില്ല. ആശുപത്രിയിലോ? കണ്ട ഓറഞ്ചക്ക പാപ്പ ബാസ്റ്റിനെ മൂങ്ങേനെ കൂടെ സ്വർണ്ണക്കപ്പ് അവന്മാര് കൊണ്ടുപോയി. കൊണ്ടുപോയോ കപ്പും? ഭർത്താവ് എടാ എന്റെ പിള്ളേരവരെന്തെങ്കിലും ചെയ്യുവാടാ പോയി. സാധാരണ ഇതുപോലത്തെ എന്തെങ്കിലും വരുമ്പോ അവർ ഓടുകയാണല്ലോ പതിവ്. അവന്മാരെ ചെകുത്താനെ കണ്ട് പേടിച്ച് മറിച്ച് നിന്നു തന്നെ. ഷാജിയേട്ടാ ഇനി ആ 27 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയാൻ വയ്യടാ. പാപ്പാ പിന്നൊരു ഹാപ്പിനെസ്സും കൂടി ഉണ്ട്. എന്നാ മോനെ
അതെ നമ്മുടെ പ്രധാനമന്ത്രി ഇല്ലേ പുള്ളി 1500 നോട്ടൊക്കെ നിരോധിച്ച്. 1500 ഒക്കെ നോട്ട് നിരോധിച്ച്. നോ ഡൈനാമിക് ഡിസിഷൻ. ഈ പൊരിഞ്ഞടിയുടെ ഇടയ്ക്ക് തന്നെ നോട്ട് നിരോധിക്കാൻ അങ്ങേർക്ക് എങ്ങനെ മനസ്സ് വന്നതാവേ? 27 ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഒപ്പിക്കണ്ട കർത്താവേ? ഇവരെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ തള്ളല്ലേ ഇവിടെ ആയിരുന്നോ ഞാൻ? ചത്തുപോയ ചെകുത്താൻ ലാസർ എഴുന്നേറ്റ് വന്ന് പെടലിക്ക് ഒരെണ്ണം കൊടുത്തപ്പോ പാപ്പൻ ശരിക്കും ഞെട്ടി. പക്ഷെ നാട്ടുകാർ മൊത്തം ഞെട്ടിയത് പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചപ്പോഴാണ്. പൈസ ഉണ്ടെന്നേ. കോയില് ഉണ്ട്. ആ അതെ 500 തന്നെ. തന്ത വിളിക്കുന്നു. എടാ കാശിന്റെ കാര്യം പറയുമ്പോ തന്ത 500,000 നോട്ട് നിരോധിച്ചു. ആര്? പ്രധാനമന്ത്രി. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. കള്ളക്കടത്ത്, ബോംബ് പൊട്ടിക്കല്, ജീവിതം ഒന്ന് പച്ച പിടിച്ചു വരുമെന്ന് കരുതിയതാ. ഇനി പഴയതുപോലെ തന്നെ കള്ളവാറ്റിന് പോകേണ്ടി വരും. എന്നെ പിന്നെ പോലീസുകാർ ഇടിച്ചു കൊല്ലും. സത്യം. പ്രഭാകര എന്തായി? 30 ഷെയർ ബൈ. വേഗം ആയിക്കോട്ടെ, രാത്രി ലോഡ് പോകാനുള്ളതാ. लीगल टेंडर नहीं रहेंगे. പ്രഭാകര ബായ്, സംഗതി കള്ളപ്പണക്കാർക്കുള്ളതാണെങ്കിലും അതിനേക്കാൾ വലിയ അടി കിട്ടിയിരിക്കുന്നത് നമ്മളെ പോലുള്ള പാവം കള്ളനോട്ടടിക്കാർക്കല്ലേ? ഈ അടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം വരെ പശുവിനും കൊടുക്കേണ്ടി വരില്ല ഈശ്വര. ബായ്, ആ സുരേഷ് ബായിനെ വിളിക്കേ. അത് വേണോ? വേണം. നമസ്കാരം ബായ്. അകത്തുണ്ട്. എന്റെ പൊന്നു ഷെട്ടി, താൻ എന്തിനോട് ടെൻഷൻ അടിക്കുന്നേ? ഈ നോട്ട് നിരോധനം അത്ര വലിയ പണിയൊന്നുമല്ല, അപ്രതീക്ഷിതമായി കിട്ടിയ അടിയുമല്ല. അതൊക്കെ കള്ളപ്പണക്കാർക്ക്. യു ആർ മൈ ഫ്രണ്ട് മാൻ. ഇത് തനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറിയാ. എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്. ട്രസ്റ്റ് മീ. മനസ്സിലായില്ല. ഇതാണ് പുതുതായി ഇറങ്ങാൻ പോകുന്ന 2000 രൂപയുടെ നോട്ട്. 2000 നോട്ടോ? ഇതെപ്പിറങ്ങി? മറ്റന്നാ മുതലേ ഇത് ബാങ്കിൽ പോലും ഇറങ്ങി തുടങ്ങുള്ളൂ. ഇത് കഴിഞ്ഞ ഇറങ്ങാൻ പോകുന്ന 1000 രൂപയുടെ നോട്ടാന്ന് എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ 10 ദിവസത്തിനുള്ളിൽ ഇറങ്ങുന്നതേ 500 രൂപയുടെ നോട്ടാ. ആരും കണ്ടിട്ടില്ല ആ നോട്ടിന്റെ ഡിസൈൻ. റിസർവ് ബാങ്കിലെ ചുരുക്കം ചിലരും പിന്നെ എന്നെ പോലെ കുറച്ചു പേര് ഒഴികെ. ആ നോട്ട് ഇറങ്ങി ആൾക്കാരുടെ കയ്യിൽ എത്തുന്ന സമയത്ത് താനും അതേ നോട്ട് അടിച്ച് ഇന്ത്യ ഒട്ടാകെ വിതരണം ചെയ്യടോ. ആൾക്കാർ നല്ലതേതാ കള്ളനേതാന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിനിമം 1000 കോടിയുടെ കള്ളനെങ്കിലും മാർക്കറ്റിൽ ഇറങ്ങും, യാതൊരു സംശയവുമില്ലാതെ. ആരും കാണാത്ത നോട്ട് ഡിസൈൻ ഇല്ലാതെ ഞാൻ എങ്ങനെ അടിക്കും? തനിക്ക് ഡിസൈൻ ഞാൻ തരുവടോ, നാളെ തന്നെ. ചുമ്മാതല്ല ഈ പരമോന്നത ബാങ്ക് എടുത്ത് ഞാൻ കളിക്കുന്നത്. ഐഡിയ. എന്നാ പിന്നെ 2000 ഒറിജിനൽ ഡിസൈൻ കിട്ടിയ? നോ 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 നോ. അധികം ആവേശം കാണിച്ച പിടി വീഴും. 500 മതി. ആ നോട്ടിന്റെ ഡിസൈൻ ഉള്ള ഇന്ത്യയിലെ ഏക കള്ള നോട്ട് അടിക്കാരൻ താനായിരിക്കോടൂ. ബട്ട് there is one thing. I need cash. $2 million. $2 million? Yes, dollars. ഇന്ത്യ മണി വേണ്ട. വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാ നിരോധിക്കുന്ന ആർക്കറിയാം? കാശ് കുറച്ച് കൂടുതലാണ്. ബട്ട് ഓക്കെ, ഡീൽ. അതാണ്. ആ പേട്ട് സ്ഥലത്തിന് 27 ലക്ഷം ഉറുപ്പ്യ ഈ ലോകത്തൊന്നും അല്ലേ? അത്ര അത്യാവശ്യമായതുകൊണ്ടേക്കാ. ആ സഹകരണ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ നമ്മളെക്കാളും കഷ്ടമാണ്. ഈ നോട്ട് നിരോധനമൊക്കെ വന്നേ പിന്നെ എനിക്ക് ഒന്നുകൂടി സഹായിക്കണം. ഇനി സഹായിക്കാന്ന് വെച്ചാൽ തന്നെ ഇന്റെ അടുത്ത് പോയ 500 ആയിരത്തിലേക്ക് നോട്ടാണ്. അത് മതിയോ? അത് കിട്ടിയിട്ട് തന്നെ കാണിക്കാൻ. ആ പുതിയ നോട്ടാണെങ്കിൽ അടിച്ചുണ്ടാക്കേണ്ടി വരും. ഏയ് പോയിട്ട് ആധാരം എടുക്കാനുള്ള പൈസ ഇട്ട് വാ. ഇല്ലെങ്കിൽ ഷാജിയെ നിന്റെ വീട് പോകട്ടോ. ഇക്കയാണ് സത്യം ഇല്ലേ? ഇതെന്താണ് ഇവിടെ കയറി മടിയില് ശരി പുറത്ത് എന്നെ കാണിച്ചോണ്ടിരിക്കും. അപ്പൊ കാര്യങ്ങളൊക്കെ പഠിക്കായില്ലേ? നല്ല മനസ്സാ. അതാ വീൽ ചെയറിൽ എല്ലാം ഉള്ളതാണല്ലോ അല്ലേ, വെറുതെ കൊതിപ്പിക്കരുത്. സേവിയറെ, നിന്റെ അടുത്ത് ഇന്നേ വരെ ഞാൻ ഇല്ലാത്ത വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. സംഗതി എന്ന് പാതിരാത്രിയോടുകൂടി എന്റെ കൈ കിട്ടും. അതുകൊണ്ടാ രാത്രിക്ക് രാത്രി തന്നെ ഫ്ലൈറ്റും എടുത്ത് 4-4.5 മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് ഈ ഹൈറേഞ്ചിലേക്ക് ഞാൻ വന്നത്. വല്ല ഷെട്ടിമാർക്കും മാറുപാടികളും കാശുണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ബാക്കി പറ.
ഞാൻ ആ സാധനം എൻ്റെ 2 ആൾക്കാരെ വഴി രാത്രിക്ക് രാത്രി തന്നെ കൊടുത്തുവിടും. ലോക്കൽ ട്രെയിനിലോ? യെസ്, അതാണ് സേഫ്. ഹൈടെക് കള്ളക്കടത്ത് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെയുള്ള പരിപാടിക്ക് ആർക്കും ഡൗട്ട് തോന്നാത്ത ചെറിയ സെറ്റപ്പാണ് നല്ലത്. പിന്നെ ഇവിടെ അടുത്ത് അധികം ആളും ബഹളവും ഇല്ലാത്ത സ്റ്റേഷൻ ഏതാ? ഗോമംഗലം. പേരിനൊരു സ്റ്റേഷനാ. ആള് കേറാറുമില്ല ഇറങ്ങാറുമില്ല. നിങ്ങൾ 2 പേരും അവിടെ തന്നെ കാണും. സേവിയറെ, നിങ്ങൾ പോകരുത്, അവർ വിട്ടാൽ മതി. പിന്നെ $3 മില്യൺ, അതാണ് ഈ എച്ചിന്റെ വില. സാധനവുമായി വരുന്ന എൻ്റെ ആൾക്കാരുടെ കയ്യിൽ അത് കൊടുത്തു വിടണം. $3 മില്യൺ, 18 കോടി രൂപ. 18 കോടി രൂപ ഡോളർ തന്നെ വേണോ? വേണം. അപ്പോ cheers. കോടിയുടെ കമ്മട്ടം കണ്ടില്ലേ? ഇങ്ങനെയാണ് മംഗലാപുരത്തെ ഏതോ ഒരു കള്ളനോട്ടടിക്കാരൻ ഷെട്ടിക്ക് വന്നെത്തിയ പുതിയ 500-ന്റെ കള്ളക്കമ്മട്ടം പല കൈമറിഞ്ഞ് ഇങ്ങ് സാത്താൻ സേവിയറിന് വേണ്ടി ഗോമംഗലത്തേക്ക് പുറപ്പെട്ടത്. ലാസർ സാറേ, ഇത് ഞാനായിരുന്നേ, ഷാജി പാപ്പന. എന്താടാ? കുറച്ചും കൂടി സമയം വേണമായിരുന്നേ. ഈ നോട്ട് നിരോധനമൊക്കെ വന്ന പിന്നെ എനിക്ക് ആശയില്ലെന്നേ. ഷാജിയേട്ടൊന്നും പറയുന്നില്ലല്ലോ. ആലോചിക്കും. സച്ചിനും ഇങ്ങനെ തന്നെ. ഹലോ, ആലോചിച്ചൊരു തീരുമാനം എടുക്കുള്ളൂ. കേട്ടല്ലോ, പുതിയത് 27 ലക്ഷം രൂപ. ലാസറിന്റെ വീട്ടിൽ മറ്റന്നാൾ എത്തണം. അയാൾ എന്റെ പിള്ളേരെ കൊല്ലാക്കൊല ചെയ്യൂടാ പോയി. கூட 2 பரோட்டா உங்க 2 பேருக்கு தானே கூட கொண்டா. 100 அதில் 1 பரோட்டா 80 150. ஓகே இந்தபடி. டேய் சுலைமான், சீக்கிரம் வேலையை பாருடா. இல்ல பாத்தி கொண்டிருக்கனே, கஸ்டமர் ஜாஸ்தியா இருக்கு, சீக்கிரம் வேலையை பாருடா. அண்ணா இந்த பில்லு கொஞ்சம் வேற கடை கிட்ட இது பழைய கணக்கா, அவன் தரணும்ல. உஃப் மெகத்தீட்ட ഡൂഡ് സാറേ, വേഷമാറി നടക്കുമല്ലേ? പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാനിപ്പോ ഈ നിലയിലെത്തിയില്ലേ? ബാക്കി ആൾക്കാർക്ക് എവിടെ? എല്ലാവരും ഉണ്ട്. ഞാൻ ഒരു പുതിയൊരു കോള് പോയിട്ട് വന്നേക്കാ. ഞാനൊരു പഴയ കോള് വെച്ചിട്ടുണ്ട് നിനക്ക്. കൃത്യസമയത്ത് ഞാൻ വന്നത്. ഇവിടെ കഴിഞ്ഞോ? கஸ்டமர் கவனிக்காம எங்கடா போற? யார் ஊர்ல இருந்து ஊர்க்காரங்க ஐயா. யார் எவனா அவன்? கஸ்டமர். ஐயோ, டேய் அங்க என்னடா சத்தம்? ஒண்ணும் இல்லையா, நாய் தெரு நாய். ஐயோ, நின்னு பாருடா. டாகா, நின்னு பாருடா. முடிஞ்சுடா. ஐயோ, ஐயோ. டூடா, டேய், புடிடி. 500 கோடி. கம்மட்ட. அடிக்கும். 500 கோடி. 500 കോടിയാ? അടിക്കാം. കമ്മട്ടുണ്ട്. കറക്റ്റാണ്. വാ, come on. കമ്മട്ടം. Come on boys. Follow me. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? സുലൈമാൻ. என்ன சுலைமான்? Not Sulaiman. அப்ப வேற? தாமோதர் நுனி மகன் டில்மன் எடக்குச்சி. ஐயோ, அண்ணே. People call me Dude. He is the dude. He is the dude. അയ്യോ, എന്താണ്ട് മറന്നല്ല. കിട്ടി. This is my entertainment.
டேய் மானே உன்னை விட மாட்டான்டா நானு. ഡൂട്ട് സാറേ, അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ മൂക്കും കുത്തി പാലത്തിന് മുകളിൽ വണ്ടി എടുത്തു, ബോണറ്റ് പൊക്കും, അതാണ് സിഗ്നൽ. പിന്നെ അവിടെ കിടന്ന് വെടിയോ പോച്ചപ്പാടൊന്നും ഉണ്ടാക്കരുത്. അതിന്റെ ആവശ്യം വരില്ല. ഇത് നീലക്കുയിൽ ഡീൽ പോലെയല്ല. ഈ മണ്ടന്മാരൊറ്റക്കല്ല, ഞാൻ നേരിട്ടാണ് ഡീൽ ചെയ്യാൻ വരുന്നത്. അതാ നല്ലത്. എന്നാ ഞാൻ പോട്ടെ, അല്ലെങ്കിൽ സാത്താൻ സീവറിന് ഡൗട്ട് അടിക്കും. പിന്നെ നോട്ടടിക്കുന്നതിന്റെ പകുതി എനിക്കല്ലേ? അല്ലല്ലേ? എടാ വണ്ടിയെ കുളിപ്പിക്കാനാ പറഞ്ഞ തെണ്ടി. നീ കുളിച്ചിട്ട് കുറെ ആയില്ലേ, ചുമ്മാ കുളിച്ചോ. എന്താ ഷൈട്ടോ ഞാൻ ആലോചിക്കുന്നതേ, നമുക്ക് എല്ലാവർക്കും കൂടി അവന്മാരുടെ അടുത്തേക്ക് അങ്ങ് പോയാലോ. എന്നിട്ട് തന്നെ അങ്ങ് തുടങ്ങാം. എന്നിട്ട് ഊരി പോരാ ലണ്ടനെ. ഈ നടുവനെ വെച്ച് പാപ്പൻ ബെസ്റ്റ് പിള്ളേരെ ഇറക്കണ്ട. അതെ, ആ ലാസറിനെ കണ്ടായിരുന്നല്ലോ, ഒരു കുട്ടിയാനോട് അത്ര ഉണ്ട്, കട്ടപ്പാറ കടിച്ചാലും വീഴുകയല്ല. പാപ്പൻ എന്തെങ്കിലും നമ്പർ ഇടും. എടാ ക്ലീറ്റസ്, നിന്റെ കഴുത്തി കിടക്കുന്ന മാല വിറ്റ് എത്ര രൂപ? ഇത് വിറ്റ ഒരു 10 അത് മതിയാവൂ. 350 കിട്ടും. പക്ഷെ 300 വരെ എടുക്കൂ. ഇവൻ എന്നേക്ക് പറയാ ഏറ്റു പോയടാ. ഹലോ ഭയ്യാ, കൈസാ ഹേ? ക്ലീറ്റസ്, अच्छा अच्छा अबू हेलो अरकेल अबू है. हेलो अबू भाई, बोलो. हम 11 बजे गोमंगलम स्टेशन पहुंचेगा. आप पैसा लेके सीधा उधर आ जाना. हमारे पास उतरने के लिए वक्त नहीं है. हम सीधा पालक्काड जा रहा हूँ. शरी शरी. हाँ, और एक बात, हमको नया पैसा चाहिए. नया पैसा नहीं है तो 100 का और 50 का भी चलेगा, पर पुराना पैसा नहीं चाहिए भाई. वी आर सामान लेने के लिए आएगा. ठीक है, सामान ओके. ഷാജേട്ടാ, നമ്മുടെ ആ ഒറ്റമൂലിക്കാർ ബംഗാളികളാ. അവന്മാർ നാളെ 11 മണിക്ക് ഗോമംഗലം സ്റ്റേഷനിലെത്തും. ഈ സമയത്താണോ ഒറ്റമൂലി? എന്റെ പൊന്ന് ഷാജേട്ടാ, ഒന്ന് വാങ്ങ്. അതല്ല ഷാജേട്ടാ, ഈ നോട്ട് നിരോധനത്തെ പറ്റി ഈ ബംഗാളികൾ വരെ അറിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇനി 5000 രൂപ ഇവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കുമെന്ന് അവന്മാർക്ക്. എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു ഈ ഒറ്റമൂലി കിട്ടിയ പാപ്പന്റെ നടുവേന മാറുന്നുള്ളത്. അതോ ഒറ്റമൂലി കഴിച്ച് പാപ്പന്റെ നടുവേന മാറിയാലേ നമുക്ക് അവന്മാർക്ക് പൊട്ടിക്കാലാ. അതെ, ഒറ്റമൂലിക്കുള്ള പൈസ ഒന്നുമില്ലടാവേ. എങ്ങനെ നമ്മുടെ പിള്ളേരെ ഇറക്കാന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. എന്നാടി എടി, അമ്മച്ചി ഐസിയിലേക്ക് എക്സ്കർഷൻ പോയിട്ട് ഇതുവരെ ഇറങ്ങിയില്ലായിരുന്നല്ലോ, താമസമാക്കിയോ? ആധാരം തിരിച്ചെടുക്കാതെ അമ്മച്ചി ഇനി ഇങ്ങോട്ടില്ലാന്ന് ഉറപ്പിച്ചു പറഞ്ഞു. സന്തോഷമായി. പിന്നെ 2 കൊല്ലത്തെ ആട്ടിൻപാല് വിറ്റതും മുട്ടനാടിനെ വിറ്റതും എല്ലാം ഉണ്ട്. മൊത്തം ചില്ലറയാ. സ്കൂട്ടർ വാങ്ങാൻ വെച്ചിരുന്ന എന്നായാലും ഒരു 15,000 കൂടുതൽ കാണും. ഇന്ന പാപ്പ മേടിച്ചോ ഷാജേട്ടാ? പോയി നടുവ് ശരിയാക്കിട്ട് അവന്മാർക്കിട്ട് കൊടുക്ക് പാപ്പ. പിന്നെ അല്ലാണ്ട്. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാം പ്ലാൻ പോലെ. ഇത് $3 മില്യൺ ഉണ്ട്. നേരെ ഗോമംഗലം സ്റ്റേഷനിൽ പോകുന്നു, അവിടെ അവര് മാത്രമേ കാണൂ. കാശ് കൊടുക്കുന്നു, കമ്മട്ടം മേടിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ആരും കാണാതെ എത്തുന്നു. ഓക്കെ? There is no phone calls, messages in between. ഒരു മിനിറ്റ്, കൊടുക്കുന്നു, വാങ്ങുന്നു. അപ്പൊ എല്ലാം പറഞ്ഞോല്ലോ സാർ. Go. നമ്മൾ പോകുന്നു, ചെല്ലുന്നു. എങ്ങനെയുണ്ട് സമ? എന്നെ ടൈ ഒക്കെ അല്ലേ? നാണമില്ല കോണാനെ കൊടുത്ത്. എടാ, നമ്മൾ ഇത്രയും വലിയ ഡീലിങ്ങിന് പോവല്ലേ? നമ്മൾ നിസ്സാരക്കാരല്ലെന്ന് അവന്മാര് മനസ്സിലാക്കണം. ഓക്കെ? वो स्टेशन का नाम क्या बोला? ഗോമംഗലം. നിയമസഭയോ? മാനും മാഞ്ചാതി ഒടുക്കത്തക്കനം. ചില്ലറ പൈസയും കാവർത്തും കൂടെ 2 ചക്കങ്ങൾ എടുത്തരാൻ മേലായിരുന്നു. അവന്മാര് കറക്റ്റ് ആയിട്ട് ഒറ്റമൂലിയൊക്കെ ഇവിടെ കൊണ്ടുവരൂടാ പോയി. നിർത്തിക്കൊണ്ടിരിക്കല്ലേ? നമ്മുടെ സർവോচ্ച പേരിലേ ദൈവമേ, അയാൾ ഇപ്പൊ സ്റ്റേഷനിലാണ്. ട്രെയിനും വരാറായില്ല. ഇവന്മാരെ മധുര ട്രെയിനിൽ കയറ്റി വിട്ട് ഞാൻ സ്റ്റേഷനിലെത്തുമ്പോ കേസ് ഫയൽ എന്റെ ടേബിളിലുണ്ടാവും. അതെ, വക്കീലുമാര് ചോദിക്കും പോലീസുകാർ ഇടിച്ചൊന്നും പറയരുത്. സർബത്ത് അങ്ങോട്ട് പറഞ്ഞു നോക്കാം. സർബത്ത് ഷമീർ പാപ്പൻ
അതിന് സാറെന്തിനാ പേടിക്കുന്നത്? നമ്മളല്ലേ പോലീസ്. കറക്റ്റ്. ഒന്ന് വരട്ടിയേക്കാം. എന്താടാ ഇവിടെ ആരുമില്ലാത്ത സ്റ്റേഷനിൽ ബോംബ് വെക്കാൻ വന്നാണോ? അയ്യോ അല്ല സാർ, നടുവേദന ഒറ്റമൂലി മേടിക്കാൻ വേണ്ടി വന്നതാ. കള്ളം പറയുന്നോടാ. ഇവിടെ നിന്റെ അപ്പ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒറ്റമൂലി. അയ്യോ അല്ല സാർ, ഇത് വിദേശത്തുനിന്ന് വരുവാ. വിദേശത്തുനിന്നോ? ആ, രാജസ്ഥാനിൽ നിന്ന്. ട്രെയിനിൽ ആളിപ്പോ കൊണ്ടുവന്നേ. നീ ഒന്നോർത്തോ, നിന്റെ പുറകിൽ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. സാറേ, സാറിന് സല്യൂട്ട് അടിക്കാൻ അറിയാൻ പറ്റുന്നത് ശരിയാണോ? സാറേ ഒന്ന് അടിച്ച് കാണിച്ചോട് സാറേ. ശരിയാണല്ലോ. ശരിയാ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് പോലീസുകാരെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കുന്നത്. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ. എനിക്ക് അവന്മാര് സാറിന് താങ്ങിയത് പോലെ തോന്നിയത്. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. സാർ അവൻ ജില്ല വിട്ടിരിക്കുക. ഇപ്പം പിടിച്ചാലോ? എടാ മണ്ട, എന്തോ ജില്ല വിട്ടില്ലല്ലോ, സംസ്ഥാനമല്ലേ വിട്ടുള്ളൂ. അപ്പൊ ഈ ജില്ല ഇതെന്തിനാ സാറേ? യവന്മാരെയൊക്കെ ഇനി എന്ന് കാണാനാ? എന്നാൽ ഈ സംസ്ഥാനത്തിന്റെ ജില്ല ഇതേത്? അയ്യോ കർത്താവേ, എന്നടാ നോട്ടിന്റെ കൂടെ ട്രെയിൻ ഈ നിരോധിച്ചു. പണ്ടാരത്തിന് എന്ന് കണി കണ്ടാലും എന്നെ പോലീസ് പൊക്കും, ഇന്നും പൊക്കും. വാടാ. अरे भाई उठो उठो, स्टेशन आ गया, जल्दी चलो चलो. ഇവന്മാർ ഇനി ഇത് എവിടെ നിന്ന് തപ്പിയെടുക്കാനാടാ? ഒറ്റമൂലി ഒറ്റമൂലി. ഷാജേട്ടാ, ഹിന്ദിയിൽ വിളിച്ചാലേ അവർക്ക് മനസ്സിലാവും. എന്നാ നീ വിളി. ഒറ്റമൂൽ ഒറ്റമൂൽ ഒറ്റമൂ. ഇത് ഇരട്ടമൂലാണല്ലോ. ए सामान है? पुलिस 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 हमारा फ्रेंड्स है. लेकिन फकरू ഫക്രോല്ലേ ഇത് പെട്ടി കണ്ടില്ലേ? ഒറ്റമൂലി നടുവിന്റെ തേക്കാനുള്ളത്. അതെ, എന്നാ പൈസ പിടിച്ചോ. എന്റെ നടുവേദന. സാർ സെൽഫി. ശരി അപ്പൊ. അയ്യോടാ, സ്വന്തം അപ്പനെ പോലെ ഇതുപോലെ കെട്ടിപ്പിടിക്കത്തില്ല. ഇവന്മാര് കോടതി പോയി മറ്റേ ഈർക്കന്റെ ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ കാണാതെ ജില്ല കറിക്കണം. പിന്നെ നമ്മളിവിടെ കണ്ട കാര്യം ആരും അറിയണ്ട. അതെ, ഈ ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? ബംഗാൾ. അതാണ് എവിടെയോ പഠിച്ചു. ഇതിലെങ്കിലും ഓക്കെ ആയാ മതിയായിരുന്ന മക്കളെ. ഓക്കെ ആവും പാപ്പ. गोमंगलम. अबे गोमंगलम स्टेशन पहुंच गया. क्या हुआ? हमें निकलना है, सामान ले लो. अरे गाड़ी को रोको. ഇതെങ്കിലും കളയാതെ സൂക്ഷിക്കണടാ ക്ലീറ്റസ്. മണ്ടന്മാരെ കണ്ടില്ല. പാപ്പനും പോയി ട്രെയിനും പോയി. അയ്യോ, പാപ്പനും പോയി ട്രെയിനും പോയി. എടാ പോടാ. കർത്താവേ, എല്ലാരും പോയാ? ആരെയും കാണുന്നില്ല. പൂച്ചക്കുഞ്ഞിനെ പോലും കാണുന്നില്ല. സൈത്താനോട് നമ്മ എന്ത് പറയും? എടാ സോമ, ആരും പോയിട്ടില്ലടാ. ദേ എല്ലാരും പെട്ടെന്ന് വാ. സ്റ്റാൻഡേർഡ് വിടല്ലേ? ചത്താലും വിടൂല. കമ്മട്ടം കൊണ്ടുള്ള നിപ്പ് കണ്ടില്ലേ? അതെ അതെ, ഭീമാപ്പള്ളി പോലെ ഇരിക്കണേ. നമസ്കാരം. അതെ, പോലീസുകാർ അവിടെ നിന്നോണ്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുങ്ങിയത്. तुम लोग कौन है? अब और क्लीटस कहाँ है? नमन है? अबे वो शैतान के बच्चे लोग किधर है? ഞങ്ങള് സൈത്താന്റെ ബെച്ചകൾ തന്നെയാണ്. ഈ ഫിഗർ കണ്ടറിയാം. ഇത് പെട്ടി ഹേ. सुनो सुनो, उसमें एक बात है. सुबह गौमूत्र के साथ मिला के पीने का, ठीक है? നീ ഗോമൂത്രം കുടിക്കേണ്ടി വരുമെന്നാ പറയണത്. ഞാൻ കുടിക്കത്തില്ല. മൂത്രം ഞാൻ കുടിച്ചോടാ. നീ പെട്ടി വാങ്ങിക്കണ്ട. ഗോമൂത്രമൊക്കെ നിങ്ങൾ നോർത്ത് ഇന്ത്യക്കാർ കുടിച്ചാൽ മതി. क्या बोल रहा है? क्या बोलती तू? अबे ये लोग कौन है? अबू और क्लीटस क्यों नहीं आया? उसका कोई दूसरा काम होगा, लेकिन वो सही बराबर आदमी भेज दिया. लेकिन आपको क्या चाहिए भाई? पैसा. पैसा उसमें है ना. इतना बड़ा बैग में 15,000 रुपया. हाँ, इसमें केरला चिप्स होगा भाई. എടാ സോമോയ്, ഈ കമ്മട്ടം എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് 10 ലിറ്റർ ചാരായം കൊള്ളാം വലിയ എന്തൊക്കെ അന്നാസ് പോലെ ഇരിക്കുന്ന. ഇതിപ്പോ കൊള്ളാം. ഇത് കമ്മട്ടൊന്നും അല്ലടാ, ഇത് നോട്ടടിക്കുന്ന ഡിസൈനാ. കമ്മട്ടൊന്നൊക്കെ നാട്ടുകാർ വെറുതെ പറയും. എന്തുടാ? ഇടക്കിടക്ക് ഇതിന്റെ ഒരു മിസ്സിംഗ്. വണ്ടിയുടെ ഡീസലോടും ചേർന്നാവട്ടാ. നോക്ക്, ഞാൻ ഓടിച്ചപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ ആണല്ലേ?
പെട്ടി കെട്ടിയിരിക്കണ കർത്തവനെ കമ്മിയാ വാടാ ഇവിടെ തോക്ക് ഇവിടെ വാടാ. ഇത് ഞാൻ തരൂല, ഇത് സാത്താൻ സാറിന്റെ. ഇവിടെ വാടാ. ഏതോ മുന്തി ടീമാ, സാധനം കൊടുത്തേക്കടാ. വാടാ വാടാ വേണോ? അല്ലയോ വെടികൊണ്ട് വിളിച്ചാവും. വെറുതെ വെടികൊണ്ട് ചാവണ്ട അല്ലേ? സോറി പറ, സോറി പറഞ്ഞു. It's so simple, boys. Give me that. ഞങ്ങള് കഷ്ടപ്പെട്ട് വാങ്ങിച്ച കത്തിയാണ് സാറേ. പെട്ടിതാടാ കറുത്ത കരടി. ഞാൻ കൊടുക്കൂല. ചെയ്യുന്ന തൊഴിലോട് ടൂറ് വേണോടാ. എന്താ ഇത്? ഭൂമുകൾക്ക് ഇതെന്തിങ്ങനെ എന്നടാവേ ഒരു പിടിച്ചില്ലേ കേട്ടെ? അതെല്ലോടാ, നമുക്ക് ഈ ഏരിയ വിട്ട് പോയേക്കാം. പെട്ടെന്ന് വേഗം വിട്, വേഗം വിട്. വിടുവാ വേഗം വിട്. What is this? This is vehicle, dude. Oh, stop. എത്തി പിടിക്കൂടെ, നോക്കി നിൽക്കാതെ. അയ്യോ എന്റെ പെട്ടി. പെട്ടി ഓടെ പട്ടി, ഇത് ഞങ്ങളുടെ പെട്ടിയാണ് പട്ടി. നീ തോക്ക് ചൂണ്ടിട്ട് എന്റെ മസൽ വെട്ടിക്കേറി നിന്റെ ഭാഗ്യം. കാട്ടിക്കൊന്ന് ചെയ്യുന്ന ലോറിയുടെ പുറത്ത പട്ടി. ഞാൻ അപ്പഴേ പറഞ്ഞ 4 പേരും കണ്ണട വെക്കണ്ടെന്ന്. ഒരു രണ്ടിക്കും കണ്ണു കാണാൻ പറ്റില്ല. മുതലാളി സക്സസ്. അല്ല സേവർ സാറേ, വരുന്ന വഴിക്ക് തോക്കൊക്കെ ചൂണ്ടി നമ്മുടെ ഈ കമ്മട്ട് അടിച്ചോണ്ട് പോകാൻ വന്നവരാരാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിമീസ് ആർ എവരിവെയർ. ഓഹോ, അവരായിരുന്നു മണ്ടന്മാർ വല്ല പാണ്ടിലോറിയിലും കയറി കോയമ്പത്തൂർ വല്ല എത്തിക്കാണും. നമുക്ക് നമ്മുടെ കമ്മട്ടം കിട്ടിയല്ലോ. അതെ അതെ. ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്നവിടെയോ? ശരിക്കും നോക്ക് സാറേ, ആ കുപ്പിക്കകത്തെങ്ങാനും കാണും. കർത്താവേ, ഇതായിരിക്കണേ കമ്മട്ടം. ദിൻമേൻ തീൻ ബാർ 7 ദിവസവും 3 നേരം ഇത് പുരട്ടി കുളിക്കുക. വേദനയ്ക്ക് ശമനം ഉണ്ടാവും. എന്തോന്നാടാ ഇത്? ഇതാണോ മരുന്ന്? ഇതെന്തോന്നു? ഷാജേട്ടാ, കൊണ്ടുപോടാ അത്. ഷാജേട്ടാ ദേ നോക്കി. ഒന്ന് നോക്കട്ടെ, അങ്ങ് തേച്ചോ. അല്ല ഷാജേട്ടാ, ഇത് നോക്കി. ഇതായിരുന്നു നേരെ തൊണ്ടായിരുന്നു. എടാ ഇതെല്ലാം കൂടി അരച്ചിട്ടേ നടുവിന് പറ്റാന്നോ? അല്ല ഷാജേട്ടാ, ഇതേതോ പുരാവസ്ഥ തോന്നുന്നു. ഇതേ നോക്കി, ഏതോ മഹാരാജാവിന്റെ പടമൊക്കെ ഉണ്ട്. അതല്ലടാ, ഇതുണ്ടാക്കിയ വൈദ്യന്റെ പടമെന്നാ തോന്നുന്നു. പാപ്പ അതിനകത്ത് 500 എഴുതേക്കണു. മിക്കവാറും 500 വർഷം പഴക്കമുള്ളായിരിക്കും. ഇനി വൈദ്യശാലയുടെ നമ്പർ ആയിരിക്കും. വിളിച്ചു നോക്കിയാലോ? നീയൊക്കെ എന്ത് മണ്ടന്മാരാ. ഇത് കൊറേ പീസില്ലേ, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പാപ്പന്റെ നടുവിൽ വെച്ചിട്ട് വെൽഡ് ചെയ്യാനുള്ള. നെഞ്ചത്ത് വെച്ച് വെൽഡ് ചെയ്യടാ. ഷാജേട്ടാ, ആ ഫക്രൂനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കിട്ടുകയല്ല, എല്ലാം കൂടി റേച്ചിൽ വെച്ചിട്ട് 15,000 രൂപ തുറച്ചപ്പോ മതിയായല്ലോ. ആറികള് പാപ്പ ആ കോപ്പ. ഷാജേട്ടാ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എടുത്തു കൊടുക്കാം. എന്നാ പിന്നെ ഇരുമ്പിന് തന്നെ കൊടുക്കാം. ഇങ്ങേരെ നടുവേന കാരണം മനുഷ്യന് തലവേനയായി. ഒന്ന് വേഗം സാറേ, എനിക്ക് ഉറപ്പാ ആ പടം വലിക്കരുത് എന്റെ സാധനം കിട്ടി കാണും. അവന്മാരല്ലാതെ ആരും ആ സ്റ്റേഷനിലുണ്ടായിരുന്നില്ല. അല്ലടാ? ആണോന്നോ? എടാ ആമ്പാനോടെ കാണും. അവന്മാര് വീട്ടിൽ കാണും, അല്ലാണ്ട് അവിടെ പോനാ. നമുക്ക് വീട്ടിൽ ചെന്ന് ആ പാപ്പന്റെ തള്ളേനെ തട്ടിക്കൊണ്ടുവന്നാലാ? നല്ല ഐഡിയ. എന്താ പറഞ്ഞത്? തള്ളേനെ തട്ടിക്കൊണ്ടുവരാന്ന്. എന്നിട്ട് വേണം ആ തള്ള എന്റെ തലയിലാവാൻ. സാറേ, എന്താ വരുന്നേ? പാപ്പന്റെ ചേട്ടന്റെ മോളാ. നമുക്ക് തള്ളയെ മാറ്റിട്ട് അവളെ അങ്ങ് പൊക്കിയാലോ? അത് കറക്റ്റാ സേവിയർ സാറേ. പെൺപിള്ളേരെ തട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാലേ ആരായാലും പട്ടി വരണ പോലെ പുറകെ കൂടി വരും. നാണക്കേട് പേടിച്ചു. എങ്ങനെ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു ചീള് കേസ് ഞാൻ ചെയ്യാൻ പോണേ. ടൈമില്ലാതെ പോയി. ഒരൊറ്റ കാര്യം കൊണ്ട് ചെയ്യുക. നിങ്ങൾ ചെല്ല്, അവളെ ഇങ്ങ് പൊക്കിക്കൊണ്ടുവാ. സോമ, ഇത്തിരി കലിപ്പ് പിടിച്ചോ. ഈ ബാറ്ററിന്റെ പവർ എന്താണെന്ന് അവളിന്നറിയും. എടേ കൊച്ച്, അത് ഈ ഒച്ചപ്പാടൊന്നും വേണ്ട. മര്യാദക്ക് ഒന്ന് ജീപ്പ് കയറിക്കോ. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം. എന്താ കേട്ടില്ലേ? സാത്താൻ സേവറാണ് വണ്ടിയിൽ. നീ എത്ര ഒച്ച വെച്ചാലും ഞങ്ങൾ കൊണ്ടുപോകും. അത് നിനക്ക് മാനക്കേടാണ്. അപ്പൊ എങ്ങനെ, തന്നെ കയറോ അതോ പൊക്കി കയറ്റണോ?
ഇതെന്നെ മോനെ വണ്ടി എടുത്ത പോരാളി തള്ളിപ്പൊളി പാവനെ പോരാളി. അതെ, എനിക്ക് തോന്നുന്നത് 500 കൊല്ലം മുമ്പ് ഭരിച്ച ഏതോ സുൽത്താൻമാർ ഉപയോഗിച്ച നാണയങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഏതായാലും 500 നില കാണുന്നേ, ഒരു 0 കൂടി കൂട്ടി 5000 തന്നെ. അയ്യോ 5000 നടക്കലേക്ക് കുറെ കാശ് കൊടുത്ത് മേടിച്ചാന്നേ. എന്നാ ഒരു കാര്യം ചെയ്യാം, കൊടുക്കുന്നില്ല വില അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ പറയരുത്. ഏതായാലും സാജും കൂട്ടർ ഇതുവരെ വന്നതല്ലേ, വെറുതെ ആക്കണ്ട, ഒരു വില പറ. അതെ, വില എന്ന് പറയുമ്പോ ഒരു 1,00,000 രൂപ. ആ അതെ. 1 ലക്ഷം കുറച്ച് കൂടുതലാ, അത് നടക്കൂല. എന്ത് പറയാനാ, ഞമ്മക്ക് ഈ പുരാവസ്തു പോലത്തെ പഴയ സാധനങ്ങളോട് കുറച്ച് മുഹബത്ത് കൂടുതലാണ്. എന്തെങ്കിലും ആട്ടെ, ഒരു 0 കൂടി ഇട്ട് 50,000 തന്നേക്കാം. എന്നാ പിന്നെ 2-3 0 കൂടി അങ്ങനെ ഇടുന്നേ. അതെ, പഠിക്കുന്ന കാലത്തെ ഷാജിയേട്ടന് പൂജ്യങ്ങളോട് അഗാധമായ പ്രണയം. ആണോ? അതിലെന്താ, 50,000 ഇപ്പൊ തന്നെ 3-4 0 അല്ലേ? 50,000 കുഴപ്പമില്ല. അല്ലയോ? തീർച്ചയായും. 1500 അല്ല. ശരി എന്നാ നോട്ട് നിരോധിച്ചുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ബാക്കി അച്ഛൻ എന്നാ ചെയ്യും പാപ്പ? അതിന് പാപ്പന്റെ കിഡ്നി വിൽക്കാലോ. അല്ല, ഇവന്റെ കിഡ്നി വിൽക്കാലോ. എന്റെയോ? അതൊക്കെ എപ്പോഴാ പോയടാ. ഈ 15,000 സാധനത്തിന് ഇയാൾ അതിനകത്ത് 50,000 രൂപ. ഇത് പുരാവസ്തു അല്ലെങ്കിലും സ്വർണ്ണം വല്ലതും ആണെങ്കിലും നോക്കിയാലോ. ഷാജിയേട്ടാ, അത് പുരാവസ്തു തന്നെ, എനിക്ക് ഉറപ്പാ. ഞാൻ എത്ര ഡീൽ ചെയ്തിട്ടുള്ള പുരാവസ്തു. ആ മണ്ടനെ പറ്റിച്ച് നമ്മൾ കുറച്ച് കാശുണ്ടാക്കി വിചാരിച്ചാൽ മതി. അതെ, ആ പുരാവസ്തുനെക്കാട്ടും പഴയതല്ലേ പാപ്പന്റെ വണ്ടി. ഇത് കൊടുത്ത് എന്ത് കിട്ടും? എന്റെ നല്ല ചവിട്ട് കിട്ടും. നടന്നേ, പിള്ളേരെ ഇറക്കാൻ നോക്കാം. എന്നെ നടാവേ ബാബാ. ലോനപ്പാ, ഓല് പോയി കഴിഞ്ഞാൽ നമ്മള് സ്പെഷ്യൽ വണ്ടി ഇറക്കണം. വിട്ടടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും കോയമ്പത്തൂർ എത്തണം. അല്ലാ, നോട്ട് നിരോധനം വന്നപ്പോ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചാണ് ഈ അബ്ദുള്ള. പടച്ചോനെ, പിന്നെ ഈ പാവപ്പെട്ട കള്ളക്കാരനാണ് ഈ ഭാര്യ കോരി തരണ്ടല്ലോ അനുഗ്രഹം. അല്ലാ, ഡിസിപ്ലിൻ കുറവാണ്. എനിക്ക് തോന്നി സാർ. നീ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. ശ്രദ്ധിച്ചിരുന്നാ നിന്നെ ഞാൻ വേറൊരു ഷമീറാക്കും. കമാൺ. തോൽവിയാവൂ. ആശാൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു. സസ്പെൻഷൻ ലെറ്റർ ആയിരിക്കും സാർ. ആശാൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സമയം മാറിയിടോ, അതുകൊണ്ടാണ് വലിഞ്ഞു കയറിയിട്ടാണെങ്കിലും എനിക്ക് ഈ ഫോട്ടോയിൽ കയറി നിൽക്കാൻ തോന്നി. ഇനി വെച്ചടിക്ക് എനിക്ക് മാപ്പ് താൻ. കോപ്പ് തന്നടാ. എവളടാ കമ്മട്ടിപ്പാടം? കമ്മട്ടിപ്പാടോ? ഞാനിപ്പോ അയച്ചു തന്ന ഫോട്ടോയിൽ ആ കമ്മട്ടിപ്പാടം കൈമാറുമ്പോ നീ നെളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. കേന്ദ്ര ഇന്റലിജൻസ് അയച്ചു തന്ന ഫോട്ടോയാണത്. സാർ, ഞാൻ ഒരക്ഷരം മിണ്ടി പോരുത്. ഒരു ടീം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് സാധനം കടത്തിയവരെ വൈകുന്നേരത്തിനകം പിടിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. കളിച്ച് കളിച്ച് രാജ്യദ്രോഹത്തിന് കൂട്ടു നിൽക്കുന്നോടാ റാസ്കൽ. എന്താണ് കമ്മട്ടിപ്പാടം? അത് ദുൽഖർ സൽമാന്റെ സിനിമയല്ലേ? അതെങ്ങനെയാണോ പെട്ടി കൊണ്ടുപോകുന്നേ? ഏത് പെട്ടി? ഈ തൊട്ടി പാപ്പന്റെ ഇരിക്കുന്ന ഈ പെട്ടി. അത് ചിലപ്പോ ഫിലിം പെട്ടിയായിരിക്കും. ഫോൺ. കർത്താവേ, ആശുപത്രി ആയിരിക്കൂടാ ബില്ല് കൊടുക്കാൻ വല്ലത്. ഹലോ, കള്ള രാജ്യദ്രോഹി പാപ്പ, നീ കളിച്ച് കളിച്ച് ഇന്റർനാഷണൽ അതോ ലോകം അല്ലടാ. അയ്യോ സാറേ, എനിക്ക് ലാസറുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അവര് നമ്മളെ പിള്ളേരെ പിടിച്ചു വെച്ചപ്പോ. പിള്ളേരെ പിടിച്ചു വെച്ചാൽ നീ കള്ളനോട്ട് അടിക്കുമല്ലടാ. അത് മാറിന്റെ കയ്യിൽ നോട്ടില്ലാത്ത ഈ കാലത്ത്. കള്ളനോട്ടോ? മര്യാദക്ക് നീ എവിടാന്ന് വെച്ചാ അവിടെ നിന്നോ. എന്നിട്ട് ഞാൻ വരുമ്പോ ആ കമ്മട്ടിപ്പാടം കമ്മട്ടവുമായിട്ട് കീഴടങ്ങി. എടാ, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒറ്റമൂലി എന്നും പറഞ്ഞ് മേടിച്ചത് കമ്മട്ടായിരുന്നു. റവേ, ഹലോ, അവൻ ഫോൺ ഓഫ് ചെയ്തു. ഗോവിന്ദ സാർ, വണ്ടി അങ്ങോട്ട് ഒതുക്കും. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. അധോലോകം എന്നാണ് ഇങ്ങനെ കഴിയുന്നത്? എന്റെ ഫോണാണ്. ഇതൊരു മെസ്സേജ് വന്നിട്ടുണ്ട്.
അയ്യോ അയ്യോ കർത്താവ് തന്നെ രാജ്യദ്രോഹി എന്നൊക്കെ പാപ്പ നമ്മൾ ഇത്ര ഇവിടത്തെ ഫേമസ് ആയ കർത്താവെ നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്. വണ്ടി എടുക്കും പാപ്പ. 50,000 ഒന്ന് നമ്മളെ പറ്റിച്ച് അവന്റെ എടുക്കുന്ന കമ്മട്ട് നമുക്ക് തിരിച്ചു പഠിക്കണം. നീ കുറെ പുരാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടല്ലയോ. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചാ നടാ ഞാൻ. അയാളുണ്ടായാൽ മതിയായിരുന്നു അവിടെ. ഇന്ന് ബാങ്കുകളിലൂടെ വിതരണത്തിനെത്തിയ പുതിയ 500 രൂപ നോട്ടിന്റെ ഡിസൈൻ ചോർന്നുവെന്ന് നമ്മുടെ ഇട്ടാവട്ടത്തിടന്ന് കളിച്ചോണ്ടിരുന്നമാരല്ലേ? അതെ അതെ, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനല്ലേ ഇവന്മാര് വലിയ രാജ്യദ്രോഹികളായത്. എന്നാ വളർച്ച. കൈമാറുന്ന ഫോട്ടോ ഇന്റലിജൻസ് പുറത്തുവിട്ടു. ഈ ഫോട്ടോയിൽ സാന്നിധ്യം സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ ആക്കിയിരിക്കുകയാണ്. രാജ്യദ്രോഹികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം. ചവിട്ടിക്കോ, അങ്ങനെ ആവുമ്പോ ആർക്കും ഡൗട്ട് അടിക്കില്ല. കള്ളനോട്ട് അടിക്കുന്ന സാധനം ഒന്നായിക്കോ പറഞ്ഞുകൂടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് പിന്നെ നോട്ടടിക്കാൻ പറ്റുമോ പാപ്പ? പൊടച്ചോനെ, ആ ഇരുമ്പിക്ക് അവിടെ ഉണ്ടാവണേ. ആംബുലൻസിൽ പോയത് ഇരുമ്പ് അബ്ദുള്ളയുടെ ഡ്രൈവർ തന്നെയല്ലോടാ? ആണല്ലോ പാപ്പ. കർത്താവിനെ അയാളങ്ങനെ കാഞ്ഞു പോയോ? അല്ല ഷായിട്ടാ, ഇനിയിപ്പോ ഇരുമ്പ് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി ആംബുലൻസിൽ മുങ്ങിന്നാണെങ്കിലും. ശരിയാ, വണ്ടി തിരിക്കോപ്പാ. വണ്ടി തിരിച്ച് ചേസ് ഉറപ്പാ. തിരിക്കോപ്പാ. മണ്ടന്മാർ എവിടെയെങ്കിലും ഹൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോ ലോറിയുടെ പുറത്തുകൊണ്ടേ കെട്ടിയിരിക്കും. ആ ഡ്രൈവർക്ക് നല്ല മനസ്സ് തോന്നി ഇറക്കി വിട്ടതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ വലിയ കോയമ്പത്തൂർ പോയി ഇറങ്ങേണ്ടി വന്നേ. കഴുതകൾ ഇനി ഒന്നും നോക്കണ്ട. അവരെ കണ്ട ഇങ്ങനെ വെടിവെച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ല. നിന്നെയൊക്കെ തീറ്റിപ്പോച്ച സമയത്ത് 3 ആനകളെ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. ബാഡ് ഐഡിയ. എനി ഡൗട്ട്സ്? യെസ്, ഒരു സംശയം. യെസ്, ടെൽ മീ, ആസ്ക് മീ. സംശയം എന്നും നല്ലതാണ്. ഈ തൃശ്ശൂർ പൂരത്തിന് അത്ര ആനകളുടെ ഇടയ്ക്ക് നമ്മുടെ 3 ആനെ കൊണ്ട് നടത്തിയ കച്ചവടം നടക്കൂ? അയ്യോ അയ്യോ പൊറോട്ട അടിക്കണ അങ്ങനെയല്ല, അല്ല മുട്ട പൊട്ടിയും പഞ്ചസാര ഇടങ്ങില്ല, ഇങ്ങനെ അടിക്കണം. പഴയ പൊറോട്ട ടൂടല്ല, ബാങ്കോക്ക് ടൂടാണ്. എന്താണ് അവിടെ ഒരു ഒറ്റപ്പാടും പാടൊക്കെ? വണ്ടി നിർത്തിയായി. അയ്യോ, ഇത് രോഗികളെ കയറ്റുന്ന ആംബുലൻസ് അല്ല. കല്യാണത്തിന് പോകുന്ന ആദ്യമാരെ നീ ആരാണ്? എന്താണ്? മാണ്ടേ? അതെന്താണ്? തരൂലെന്നാ? എന്ത് തരൂലെന്ന്? ഇത് മറ്റേ പണയം വെച്ച ബുള്ളറ്റ് അല്ല, വാനാ. ഷാജിട്ടാ, ഒറ്റമൂലി ബംഗാളികളെ വിളിക്കുന്നു. എന്റെ പൊന്നിക്ക ഫോൺ കട്ടി, പോലീസുകാരെ ട്രേസ് ചെയ്യും. പാപ്പ ഇറങ്ങിപ്പോടാ. മറ്റേ വെടിവെപ്പായിരുന്നല്ലോടാ. അപ്പൊ നമ്മുടെ സാധനം മേടിക്കാൻ ചത്തില്ലേ? ഞങ്ങള് തരേണ്ട ചവിട്ട് ആ വെടിവെപ്പാരൻ നരിക്കിട്ട് തന്നത്. താൻ എന്നാ പറഞ്ഞത്? പുരാവസ്തുവിനോട് തനിക്ക് ഭയങ്കര മുഹബത്താവുന്നല്ലോ. ഇതാണോ തന്റെ മുഹബത്തിന്റെ കാശ്? സാധനം എടുക്കും. എല്ലാം പോയി മക്കളെ, എല്ലാം കൊണ്ടായി. അത് ആംബുലൻസിന്. ആംബുലൻസിലോ? അപ്പൊ വണ്ടി കയറാം. ഷാജി, ഞാനും ഈ സാധനത്തിന് അങ്ങോട്ട് കളയാ. തല്ലു ഒഴിവാക്കാം.
പഠിച്ചോലെ നമ്മള് കമ്മട്ടം പോയല്ലോ. ആഹാ, ഇരിക്കില്ലേ പിന്നെ ആർക്കും വേണ്ട, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അല്പായസായി പോയല്ലോ എന്റെ തൊപ്പി. കൂടെ കുറെ മണ്ടന്മാരും. ഞാൻ എന്ത് ചെയ്യും എന്റെ തൊപ്പി? നീ എന്തിനാണ് കരയുന്നത്? എന്റെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സാറ് ചെയ്യില്ല ഓരോന്ന് ഓർത്ത് കരഞ്ഞതാ. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. അതപ്പോ ഒറ്റ ട്രൂ കോളർ ഇരുമ്പ് അബ്ദുള്ള. ഇതേത് മരണം? എസ് എ ഷമീർ. ഇതൊരു അനാനിമസ് കോളാണ്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. താൻ പേര് പറയണ്ട, കാര്യം പറഞ്ഞാ മതി. ആ ഷാജി പാപ്പനും പിള്ളേരും ഇപ്പൊ ആ കള്ളക്കമ്മട്ടായിട്ട് കുളമാവ് ഡാമിന്റെ മോളിൽ കൂടെ മേലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ പോയാ ഗോവിന്ദ സർ, ഇനി വണ്ടിയല്ല. ഓക്കെ സർ. ഞാൻ എന്നാലും ഷാജിയേട്ടാ ഈ വെസ്റ്റിന്റെ കാട്ട് പുറത്ത് എങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് കയറി? കഷ്ടകാലം വരുമ്പോ എല്ലാ നാറുകളും വണ്ടിയും പിടിച്ച് ഇങ്ങ് വരുമല്ലോ. വണ്ടി വിടുവാപ്പാ. എടാ ആംബുലൻസാ, ഇനി വിട്ടുപോയി എല്ലാം കൂടി അതിനകത്ത് പോകേണ്ട വരും. പാപ്പാ വണ്ടി നിർത്തിക്കേ. എന്നാടാ പറിച്ചു കളയും കേട്ടോ ഞാൻ. My sweetheart, my sweetheart. Come on boys, drive fast. Okay dude. രാജേട്ടാ പെട്ടെന്ന് വിട്. ആരാ പാപ്പന്റെ വണ്ടി കോട്ടം വെച്ചത്? ഇറങ്ങി അടി പാപ്പ. കർത്താവേ, ഉതുപ്പ് നമ്മളെ പുതപ്പിച്ച് കടത്തു ഷാജിയേട്ടാ. ഷാജി പാപ്പനെ ഇറങ്ങി വേടാ. അത് നമ്മളാ ചെയ്തെന്ന് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? തിരിച്ചു വന്നില്ലേ, ബോഡി വീട്ടിലെത്തിക്കണേടാ. റീത്ത് പറയട്ടെ പാപ്പ. ഇതെന്നാ ഉതുപ്പച്ചായ, കൊള്ളക്കാരെ പോലെ പള്ളിയിലേക്കാണോ? മറ്റേ ആ സംഭവത്തിന് ശേഷം പ്രതിവർഷം പൊതിരെ തല്ലി. അങ്ങനെ 3 ആഴ്ച ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് പോലീസുകാർ പൊക്കിക്കൊണ്ടുപോയി കുറച്ച് ദിവസം ജയിലിലിട്ടു. മാത്രമല്ല എൻ്റെ വിഗ്ഗമാര് കത്തിച്ചിളഞ്ഞു. കിളിവാതിൽ പോയി. നീ സ്റ്റെല്ലയോട് പറയണം, അത് പഴയ ജീപ്പായതുകൊണ്ടാണ് ബ്രേക്ക് പോയതെന്ന്. ദാണ്ടേ വണ്ടി എടുത്തു, കൊണ്ടുവരുന്ന വഴിയാ. ഈ വണ്ടിയിൽ എവിടെ ചവിട്ടിയാലും ബ്രേക്കാ. ഇതെന്നാ സ്റ്റെല്ലയ്ക്ക് കൊടുക്കണം. ഉതുപ്പച്ചാൻ്റെ കുഴലപ്പോ കൊടുക്കാം. എല്ലാവരും കറിയട്ടെ. കേരളത്തിന്റെ പ്രായമുണ്ടോ? കൊടുക്കാൻ വേണ്ടി തന്നതാ. നമുക്ക് ടച്ചിങ് ചാറ്റ് എടുക്കാം. ഓടുന്ന തന്നെ ഭാഗ്യം. നമ്മൾ എങ്ങനെയൊക്കെ പോയിട്ട് അവന്മാരെങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ പുറകെ തന്നെ വരുന്നത്? അതാ മനസ്സിലാകാത്ത ഡ്യൂടെ. ഓ സ്റ്റോപ്പ് ദ സൈറൻ. എടാ പൊട്ടാ സൈറൻ ഓഫ് സൈറൻ ഓഫ് ആക്കടാ. അത് ശരിയാണല്ലോ. 10 കിലോമീറ്റർ പുറകേക്ക് സൈറൻ. എന്നിട്ട് ഫോളോ ചെയ്യുന്ന പോലും ഫോളോ ചെയ്യുന്നു. ബാഡ് ഇഡിയറ്റ്സ്. മൂവ് ബ്ലഡി ഫൂൾസ്. ഇതെന്താണ്? വണ്ടി തുരങ്കത്തിൽ ഇടിച്ച് നിന്നുണ്ടൂടെ? ഏത് തുരങ്കത്തിന്? അറിയില്ല ഡൂടെ. ചുറ്റും ഇരുട്ടാ. നോക്കട്ടെ. കണ്ണൂർ നോക്ക്. ലൈറ്റ് ഇടാ. തുറന്നു നോക്കടാ. ഈ തുരങ്കം നമ്മളെ വിഴുങ്ങി. ഇതെന്തുവാണ്? എനിക്ക് എന്റെ അമ്മ എടുത്ത് പോകണ്ടായേ. എന്താ? എന്റെ അമ്മ മരിച്ചതാണ്. അത് തുരങ്കം ഇടിഞ്ഞു വീണ്. അയ്യാ ഇവിടെ നമ്മൾ പിന്നെ ഓടി തുടങ്ങി. നോ പ്രോബ്ലം മാൻ. മൂവ്. നമ്മളല്ല വണ്ടി ഓടിക്കുന്നത്. നമ്മളല്ലേ? പിന്നെ ആരാണ്? ஏன் கிட்டியாட உன் விளையாட்டை காட்டின? இனி உன் வாழ்க்கை ஃபுல்லா ஒரட்டாடி தாண்டா.
போ போ முன்னாடி போ அப்படியே திருப்பு போய் நம்மள்கிட்ட போய் நிறுத்து போ முன்னாடி இன்னும் முன்னாடி ஓகே டேய் ஆம்புலன்ஸ் வெளியே தள்ளிட்டு அவனை மட்டும் உள்ள வச்சு அடியோ அடி அடிச்சு நம்ம ஹோட்டல் வரைக்கும் எழுதிடுவாங்கடா முக்கியமா அவனை அடிக்கிற அடியில கொத்து பரட்ட ஆகணும் போகடா போக ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ബോംബും തോക്കെടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. അയ്യോ ബ്രദർ ഐ ടേക്ക് ഓൺലി ദാറ്റ് കമ്മട്ടം പ്ലീസ് അണ്ണാ அந்த കമ്മട്ടം மட்டும் கொடு அண்ணா എന്താണ് പൊറോട്ട അടിയാൻ കമ്മട്ടം പ്ലീസ് അണ്ണാ അണ്ണാ again that gramawasis ഷാജേട്ടൻ അവൻ fools അയ്യോ എവിടെ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചടാ എന്റെ കുഞ്ഞെ. അയ്യോ എന്നെ ആ ഇന്റലിജൻസുകാർക്ക് വിട്ടുകൊടുക്കരുത് സാർ. എനിക്കാണെങ്കിൽ ഹിന്ദി പോലും അറിയത്തില്ല. പിടിക്കും സാർ, എന്തായാലും പിടിക്കും സാർ. 1 മണിക്കൂർ സമയം. എന്താടോ സാറേ ആ സാത്താൻ സേവർ സാറേ ആ ഷമീറല്ലേ നിൽക്കണത്? സാറേ ഒതുക്കട്ടെ. ഒതുക്കൊതുക്കും സാറേ നമുക്ക് പണ്ട് ഒതുക്കി കൊടുത്താലോ? അവൻ ഒതുക്കും. ഒരിക്കലും ഒതുക്കരുത്. കുറെ നാളെ ഇവൻ നമ്മളെ പോലീസുകാരായിട്ട് വട്ടം ചുറ്റിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച തന്നെ പാത്രത്തിൽ ബോംബ് വെച്ച് നമ്മളെ പേടിപ്പിച്ചില്ലേ? ശരിയാ. സാറിന് ഇന്ന് നഷ്ടപ്പെടാതിരിക്കുക. പോടാ ഗോവിന്ദ, ആടി 660 ഹോണ്. ഗോവിന്ദ അടിക്കടാ. ഓക്കെ സാർ. സാറേ അവര് ഹോണടിച്ചിട്ടാ. വണ്ടൻ ഷമീർ സൈക്കോളജിക്കൽ മൂവ് നടത്തുന്നു. കിടക്കട്ടെ ഒരു ഹൈലൈറ്റ്. സാറേ അവർ ലൈറ്റ് ഇട്ടു. നീ ഇടറാ ലൈറ്റ്. ഇട്ടു സാർ. അതാണ് കുറച്ച് കളർ ബൾബ് കൂടെ വേണമായിരുന്നല്ലേ സാറേ? കറക്റ്റ്. ഓഹോ, എന്നാ ഈ സേവ്യറിന്ന് രണ്ടിലൊന്നും അറിയണം. അല്ല സാറേ നമുക്കൊന്ന് പൊടിക്കൊതിക്കാലോ? സാറേ വേറെ ഇല്ലാത്ത നേരത്തെ യുദ്ധത്തിന് പോണം. എനിക്ക് മതിയായി. മിണ്ടരുത്. അവനെ ഒരിക്കൽ പേടിച്ചാ പിന്നെ കാലാകാലം മുഴുവൻ പേടിക്കേണ്ടി വരും. പിടിച്ചിരുന്നോ? നീ ഓടറാ. സൈക്കോളജി എന്താ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു. ഈ യുദ്ധത്തിൽ തോറ്റ് അവൻ ജീപ്പുമായിട്ട് കാട്ടിക്കറും. നീ തീർന്നടാ, തീർന്നു. അവസാന നിമിഷം വരെ അവൻ കരുതും ഞാൻ വെട്ടിക്കുന്നു. ഇല്ലാന്ന് മനസ്സിലാവുമ്പോ അവൻ വെട്ടിക്കും. ഇന്നാടാ ഷമീർ എത്തി തീർന്ന്. സാറേ നമുക്കൊന്ന് ഒതുക്കിയാലോ? മിണ്ടരുത്, മുമ്പോട്ടെടുക്കും. ഇന്ന് രണ്ടിലൊന്നും അറിയണം. അതാണ് കറക്റ്റ്. സമീർ സാർ സൂപ്പർ. അവൻ പാപ്പന്റെ അടുത്ത് അവന്റെ കളി. പാപ്പ നമുക്കിതായിട്ട് മുങ്ങിയാലോ? കോടികളുണ്ടാക്കാം. ഓടാ ഏപ്പരാജി, കർത്താവിന് നിരക്കാത്ത പാപ്പൻ ചെയ്യലടാ. അല്ല ഷാജേട്ടാ, നമുക്കിതൊരു 3-4 ദിവസം കൈവച്ചിട്ട് ഒരു 3-4 കോടി അച്ചടിച്ചിട്ട് പതുക്കെ പോലീസിന് കൊടുക്കാം. അതെ, ഒറ്റ ചവിട്ട് വെച്ചാന്നുണ്ടെങ്കിലോ രാജദ്രോഹിയൊന്നും അല്ലയോടാ ഇപ്പൊ അതിനകത്ത് വന്നത്. ഇനി ആ പേര് മുദ്രവപ്പിക്കാൻ വേണ്ടിട്ടായിരിക്കും എല്ലാരും കൂടി പറയുന്നത് അല്ലയോ? നമ്മള് രാജ്യദ്രോഹികളാണ്. എങ്ങനെയാണ് രാജ്യത്തെ ഹെൽപ്പ് ചെയ്യലാണ്? അവർക്ക് പകുതി അടിച്ചാ പോരെ, പകുതി നമ്മളടിക്കൂലേ? അല്ലേ? അത് കറക്റ്റ്. ഇത് പോലീസിനെ ഏൽപ്പിക്കണം. അങ്ങ് ചുമ്മാതല്ല, ഒരു വെടിക്ക് 2 പക്ഷി. എടാ നിങ്ങളെ ആ സർവോദയ ക്ഷമരൊന്ന് വിളിച്ചേ. ഞാൻ മറ്റാ നാറിയെന്ന് വിളിക്കാം. ഒറിജിനൽ അച്ച ചോർന്നതായതിനാൽ ഈ കള്ളനോട്ടുകൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന സൂചനകൾ വ്യക്തമാക്കുന്നു. ആ ലാസറേ, പാപ്പനാ, ഷാജി പാപ്പനാ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ആ ഞങ്ങള് സംഗതിയായിട്ട് അങ്ങ് വരുവാ. നമുക്ക് 10-20 അല്ലെന്നേ, ഒരു 100-300 കോടി അങ്ങ് അടിച്ചേക്കാം. ആ ശരി, ബാക്കി സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. നീങ്ങ പോരെ. ശരി എന്നാ, കാണാം. ശാപം കാത്തിരിക്കുവാന്ന്. നമ്മുടെ പിള്ളേരൊന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു. നിങ്ങളുടെ പാപ്പന് ഇത്ര വലിയ ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമ്മളൊക്കെ ഒരേ ആൾക്കാർ തന്നെ അല്ലടാ? പാപ്പൻ ഈ കള്ളക്കടത്തെ കടത്തി വലിയ ആളാവുമ്പോ നമ്മളെ മറക്കൂ? ആശാനെ ചേർത്തൊട്ടിച്ചതൊക്കെ കറക്റ്റ് തന്നെയല്ലേ? ഒന്നും പോടച്ചൊക്കെ അവിടുന്ന്
നോട്ട് മാട്ടി പണി തുടങ്ങിട്ടേ കാലം കുറേ. കുന്നും കൂടെ റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് ഞാൻ. ഗവർണർ ഞാനടിക്കുന്ന നോട്ടും റിസർവ് ബാങ്കിന്റെ നോട്ടും തമ്മിലേ കാട്ടുപണിയുടെ വ്യത്യാസം പോലില്ല. നീ വായൊടിച്ച് നോക്കിക്കാണ്ട് ആ പ്രിന്ററിലേക്ക് ഇറങ്ങണ്ട്. കൂടുതൽ പണി ഉണ്ടാക്കാണ്ട്. ഷാജിയേട്ടാ, നിങ്ങൾ ഇത്ര വലിയ ആളാന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. വിഷമല്ലോ ഉണ്ടോ കുടിക്കണ്ട. പിന്നെ അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഹെവി പ്രഷറാണ്. ഉണ്ണാപ്പണിയൊക്കെ അങ്ങനെയാ. വീട്ടിൽ അമ്മച്ചിയോടൊക്കെ അന്വേഷണം പറയണം കേട്ടോ. പറയാം. അധികം ഒന്നിനെ പറയേണ്ട കാര്യമില്ലല്ലോ. കൊള്ളാം പാപ്പ. ഞാൻ ആദ്യമായിട്ട് ആ രാജ്യം മുഴുവൻ തേടി കിടക്കുന്ന ഒരു കള്ളക്കടത്തുകാരനായിട്ട് ഇങ്ങനെ ഒരു ഡീൽ. നമ്മളൊരു പൊളിക്കും ഈ കേരളത്തിൽ കിടന്ന്. അതൊക്കെ നമുക്ക് പൊളിക്കാതെ. നിങ്ങൾ ആദ്യം ബിസിനസ് സംസാരിക്കും. അതെ, ആദ്യം നമുക്ക് ഈ ടയറൊക്കെ കൊണ്ട് വിറ്റിട്ട് പപ്പാതി കാശെടുക്കാം. എന്തായടാ അവിടെ? ഒരു മിനിറ്റ് ലാസറേട്ടാ, ആ പ്രിന്റ് എടുത്തടാ. ഒരു ഒറിജിനൽ 500 നോട്ടൊന്നേ. കാലക്കിലാസറേട്ടാ, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്ന റിസർവ് ബാങ്ക് ഗവർണർക്കൊന്നും കൊണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. നമ്മള് കോടീശ്വരനായി ലാസറേട്ടാ. ഇനി നമുക്ക് സർവത്ര ഷമീറിനെ വിളിച്ചാല. ഈ സമയത്താണ് സർവത്ത് പിടിക്കുന്നത്. പാട്ടിത്തണ്ടി. ലാസറേട്ട, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. നമ്മളടിച്ച പുതിയ നോട്ടിനെ ഗാന്ധിജിക്ക് കണ്ണടിയില്ല. പഴയ സ്ഥലത്ത് പോയിരിക്കാം. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എനിക്കുവാടാ സാറേ, ഈ പാതിരാത്രിയല്ലയോ നോട്ട് നിരോധിച്ചേ. അപ്പൊ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് നോട്ടിലേക്കുള്ള ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ ബാപ്പുജി കണ്ണട വെക്കാൻ മറന്നുപോയതായിരിക്കും. പാപ്പം തോറ്റി. ഹായ്, വാളൊക്കെ ഉണ്ടല്ലോ. എന്താ ആയത് പൂജയാണോ? കള്ളത്തരം കാണിച്ച് ലാസറിനെ പറ്റിക്കാൻ നോക്കുന്നോടാ. അരുതരുതായിരുന്നടാ. ചങ്കോറ്റമൊന്നുകൊണ്ട് ചങ്ങാടം കെട്ടിയേ ചങ്ങാതിമാരുടെ പുഴ തുഴഞ്ഞു പോണ പോക്കിയേ.
കുറച്ച് ചോരമോ തെറിച്ചിരുന്നെങ്കിൽ അറപ്പങ്ങ് മാറിയാൻ. പാപ്പനെ തൊട്ട പാപ്പ സഹിക്കും, പക്ഷെ പാപ്പന്റെ പിള്ളേരെ തൊട്ട സഹിക്കലടാ. നീ ശരിക്കുള്ള ഡൈനാമിറ്റ് കണ്ടിട്ടുണ്ടോടാ? പൊട്ടണത് ഇത് ഞാൻ നിനക്കായിട്ട് ഒഴിഞ്ഞു വച്ചതാ. ആവശ്യം വന്ന എടുത്തു വച്ചൊന്ന് കാച്ചാൻ. മരണം തൊട്ടു മുമ്പ് എത്തുമ്പോ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പേടിച്ചൊരളിഞ്ഞ മോന്തേ നിൽക്കും. ദേ ഇതുപോലെ. പാപ്പൻ മാത്രം പേടിച്ചില്ല. ഞങ്ങൾ ആരും കാണാത്തൊരു കാഴ്ച പാപ്പൻ കണ്ടിട്ടുണ്ടായിരുന്നു. Mr. Shaji, congrats. We have found out that this mint came to you by mistake. It's partly our mistake too. We should have been little more careful. എന്താ ഷായിട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഡിസൈൻ അബദ്ധത്തിൽ മാറിപ്പോയതാണെങ്കിലും അത് പ്രിന്റ് ചെയ്തതും ഡിസൈൻ ലീക്ക് ചെയ്തതും സീരിയസ് ക്രൈം തന്നെയാണ്. കള്ളനോട്ട് പ്രിന്റ് ചെയ്ത പിടികിട്ടാ പുള്ളിയെയും ഗ്യാങ്ങിനെയും പിടികൂടാൻ സഹായിച്ചതിനും ലോക്കൽ പോലീസിന് ഇൻഫർമേഷൻ നൽകിയതിനും നന്ദിയുണ്ട്. Not only with the police department, but the whole nation is thankful to you. സാർ, എനിക്കൊരു സംശയം. യോമാർക്കും ഇതിൽ പങ്കുണ്ടോന്നു? കാര്യങ്ങൾ കൈവിട്ടുപോയപ്പോ പിന്നെ ഇത് ഹൈ റേഞ്ചിൽ ആർക്കാണ് വന്നതെന്ന് മംഗലാപുരത്തൊരുത്തിന് ബോധം വന്നാൽ ഞങ്ങൾ അവനെ കൊണ്ട് പറയിപ്പിച്ചോളാം. അതെ, ഇത്ര വലിയ കള്ളനോട്ട് അടിക്കാരെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് സമ്മാനമൊന്നുമില്ലേ? ആ കള്ളനോട്ടിന്റെ 10% ഞങ്ങൾക്ക് തരാൻ പറ്റില്ലേ? ഫുള്ളും വേണോ? ഫുള്ളും വേണം. ഓ, അത് വേണ്ട. പിന്നെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടികളുടെ ബാധ്യത ഒഴിവാക്കി തന്ന നിങ്ങൾക്ക് സർക്കാർ വക ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കാനാ 10,001 രൂപ സമ്മാനം. 10,001 ഇല്ലവേ. ഇതാണ് കമ്മട്ടം കിട്ടി ആരും തിരിച്ചു കൊടുക്കാത്തത്. മനസ്സിലായി? കൺഗ്രാറ്റ്സ് മിസ്റ്റർ പാപ്പൻ ഷാജി. അത് കുറച്ച് കൂടുതലല്ലേ സാർ? ഇത് പാപ്പന് കുഴമ്പ് മേടിക്കാൻ പോലും തികയല്ലോ. ഗ്ലാസ് വെച്ച് ഇറങ്ങിയേക്കോ. പിന്നെ റിവാർഡിന്റെ കാര്യം നിങ്ങൾക്കൊരു ഒഫീഷ്യൽ മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പൊ ഷാജി, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. പോർ ബോയ്.
ഇനി നിനക്കൊക്കെ എപ്പോഴെങ്കിലും സെൽഫി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മുൻകൂർ സ്റ്റേഷനിൽ വന്ന് അനുമതി വാങ്ങിച്ചോണം. ഓ സാർ ഞങ്ങളുടെ കപ്പ് തൊണ്ടി മുതല ക്രൈം സീനിൽ നിന്ന് കിട്ടിയതാ. കേസൊക്കെ കഴിയണം, ഒരു 5-6 കൊല്ലം കഴിയും. സാറേ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കപ്പല്ലേ ബാബാ, എന്നാന്നേ സ്വയം ബോംബ് പൊട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ പറ്റിച്ചു കിടന്ന ആ ലാസറിനെ പിടിക്കാൻ സഹായിച്ചത് കൊണ്ട് എന്റെ തൊപ്പി പോയില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. സാറേ, ഈ പൊട്ടിച്ചെതിരി കിടക്കുന്നവരൊക്കെ വാരി പറക്കെടുത്ത് ആസ്തി കൊണ്ട് കളയട്ടെ. പറക്കിയെടുക്കാൻ പറ, നീ വാങ്ങിക്കോട്ട്. തരൂല്ല. ഈ പോലീസുകാരെ കലവലാതികളാടാവുള്ളൂ, അതല്ലയോ ഞാൻ പോലീസാവാതെ. ഷാജിട്ടാ, ഇനി അമ്മച്ചിയുടെ ക്ലബിന്റെ കാര്യത്തിലൊരു എല്ലാം ഇഞ്ചി ആയില്ലയോ? കേസും വക്കാനോ കഴിഞ്ഞിട്ട് കപ്പ് കൈ കിട്ടുമ്പോഴത്തേക്കും ക്ലബ്ബ് പോലോ ഷാജിട്ടാ. ക്ലബ്ബ് കപ്പ് എല്ലാം പോയലോടാ പോയി. അടുത്ത് മാറണം ഷാജിയേട്ടാ. ഇത് ഇതാരാണ് പുതിയ വേട്ടവളിയന്മാര്? ഇത് നമ്മുടെ ഫക്രു. ഫക്രു അന്നപ്പോ സ്റ്റേഷനിൽ കണ്ടാൽ ഇക്രു. അത് ഫക്രു അല്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞില്ല. तुम्हारा आबू और क्लेटस इधर है? हाँ वही है, वही है. इधर आजा. ഷാജിയേട്ടാ വാ, ഇറങ്ങ്. फकरू भाई एवड़े किधर तुम लोग नोर्द हम लोग वेरे लोग. तुम्हें कहा नहीं ढूंढा बे. ये पकड़. നിങ്ങൾ ഭയങ്കര കഷ്ടമായിട്ട് കാണിച്ച വേറെ ആളുകളൊക്കെ വന്ന് സാധനമൊക്കെ. डॉलर. ए, हमको भारत का पैसा चाहिए, भारत का. पैसा इला പാപ്പൊന്നും അറിയില്ല. निकाल रे. पैसा नहीं था ये वाला हमको. അത് റോൾഡ് ഗോൾഡ് ആണ്. ऑटो चलो भाई. चलिए क्या भाई, हमारा काम हो गया. चलो चलो जल्दी. ഡോളർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇത് മാറാനായിട്ട് ഇനി അമേരിക്ക പോണ്ടേ? പിന്നെ അല്ലാണ്ട് പാപ്പനാണ് കേസും കൂട്ടുള്ളതുകൊണ്ട് പാസ്പോർട്ടും കിട്ടൂല. അപ്പൊ ഇവിടെ മാറാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ അവന്മാര് മാറില്ലായിരുന്നു. അത് നേരാണല്ലോ. എടാ അമ്മ അങ്ങോട്ട് പണിത്. എടാ साले उल्लू बना बे साले. എന്താ പരിചയമുള്ള വണ്ടിയാണല്ലോ. നിന്നെ പോലെ തീർത്തി കിട്ടാൻ വേണ്ടി ഞാൻ ഇത്രയും കളി കല്യാണം പോലും കഴിക്കാൻ. എന്നാലും പുള്ളിക്കാരനോടൊന്ന് പറയാം. ആരോട് പോകാൻ പറ. നമ്മളിവിടെ നേരെ കുളിർ പോകണം, കുളിർ പറ്റി നേരെ മണാലി. ഷാജേട്ടൻ അയാൾ എന്തിനാ ഒന്ന് ഓടി ഓടുന്നു. എന്റെ മഞ്ഞ ഷർട്ട്, എന്റെ മാല, എന്റെ മുണ്ട്, എന്റെ ട്രൗസർ, വേറെ ഏതോ ഹതഭാഗ്യന്റെ ഭാര്യ ഇല്ലയോടാ. ഇതാരാ ഏട്ടാ? ഷാജിയേട്ടൻ. ഓ, ചേട്ടന്റെ ഡ്രൈവറായിരുന്നു. അതെ, ചേട്ടന്റെ ഡ്രൈവർ ആയിരുന്നല്ലോ ഞാൻ. എടി ഏപ്പരാച്ചി, ഇവൻ ആരാന്നറിയോടി നിനക്ക്? എന്നെ നടുവെട്ടിയപ്പോ എന്റെ ഭാര്യനെ കൊണ്ട് ഒളിച്ചോടിയ പരതാറിയാടി ഇവൻ. പൊന്നപ്പ ചേട്ടൻ എനിക്കൊന്നും വേണ്ട, എന്റെ ട്രൗസർ തന്നിട്ട് പോടാ, എന്റെ ട്രൗസർ താടാ. ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ, ചങ്ങാതിമാരുണർന്ന് തുഴതുഴഞ്ഞു പോണ പോക്കിതേ, വേതാളം വന്നു പേടിച്ചു പാഞ്ഞൊളിച്ചതാ.